ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ TK മാധവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി സുബൈദ കക്കോടി, ജനറൽ സെക്രട്ടറി മുസ്തഫ പാലായി, അൻവർ സാദാത്ത്, എല്ലാത്തിലുമുപരി ഈ സമ്മേളനം കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വെൽഫെയർ പാർട്ടിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. RSS, പിണറായി പോലീസ് കൂട്ടുകെട്ട് കേരളത്തെ സംഘപരിവാറിന് പണയപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന തലക്കെട്ടിൽ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള പൊതുസമ്മേളനങ്ങൾ പാർട്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും, ഫാഷിസത്തിൽ നിന്ന് നമ്മുടെ കേരളം സുരക്ഷിതമായിരിക്കണം എന്ന ജാഗ്രതാ ബോധമാണ് ഇതുപോലെയുള്ള പരിപാടികളിലൂടെ വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് ബോധ്യപ്പെടും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫാഷിസം ധാരാളമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇന്ത്യൻ ഫാഷിസത്തെ അപഗ്രഥിക്കുകയും വിശദീകരിക്കുകയും ഇന്ത്യൻ ഫാഷിസം കേവലം ഒരു രാഷ്ട്രീയ ഫാഷിസത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഫാഷിസത്തെ പ്രതിരോധിക്കാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള ശ്രദ്ധ, അതുതന്നെ സമീപകാലത്ത് മാത്രമാണ് മതേതര പാർട്ടികളുടെ കൂട്ടായ്മകൾ പോലും ഒരു ജാഗ്രതയോടുകൂടി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. CPM-ന്റെ ദേശീയ നേതാവ് പ്രകാശ് കാരാട്ട് ഇന്ത്യൻ ഫാഷിസത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഇതിനെ ഫാഷിസം എന്ന് വിളിക്കേണ്ടതില്ല, അത്ര ഭീകരമല്ല, വേണമെങ്കിൽ നമുക്ക് ഒരു വർഗീയ രാഷ്ട്രീയം എന്നൊക്കെ പറയാം എന്ന് ലഘൂകരിച്ച് വിശദീകരിച്ചത് വളരെ അടുത്ത കാലത്താണ്. പക്ഷേ വെൽഫെയർ പാർട്ടി ഈ രാജ്യത്ത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം മുഖ്യമായും ആ രാഷ്ട്രീയം മുഖാമുഖം നിൽക്കുന്നത് ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രീയ ഫാഷിസത്തെക്കാളും ഭീകരമാണ് സാംസ്കാരിക ഫാഷിസം എന്നും ആ സാംസ്കാരിക ഫാഷിസം വർഗീയതയുടെ വംശീയതയുടെ പൊതുബോധം നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഡീപ്പ് സ്റ്റേറ്റായി പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്ത് മതസാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ച് വിഭജനം സൃഷ്ടിച്ച് നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന സൗഹാർദ്ദത്തിൻ്റെ ആ സുന്ദരമായ മതനിരപേക്ഷതയുടെ സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ സുന്ദരമായ തലങ്ങൾ, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ തകർത്തിട്ട് ഒരു വംശീയ രാഷ്ട്രമായി ഇന്ത്യ മാറും എന്ന കാര്യം അന്ന് തൊട്ട് പാർട്ടി രൂപീകൃതമായ അന്ന് തൊട്ട് താക്കീത് ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി.
ഇന്ന് നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും RSS നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയം, ഫാഷിസം, BJPയുടെ വംശീയ രാഷ്ട്രീയം പല സംസ്ഥാനങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ച്, കലാപങ്ങൾ സൃഷ്ടിച്ച് അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ സമാധാനിച്ചിരുന്നു, നമ്മുടെ കേരളം പ്രതിരോധിച്ചു നിർത്തുന്നു എന്ന്. നമ്മുടെ കേരളം സംഘപരിവാറിന് അധികാരങ്ങളിലേക്ക് കടന്നു വരാനോ കേരളീയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനോ സമ്മതിക്കാതെ നമ്മുടെ കേരളം മതനിരപേക്ഷതയിലും മതസൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും അങ്ങനെയുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ കാത്തു സൂക്ഷിക്കുന്നു, അതിൽ ജാഗ്രത പുലർത്തുന്നു എന്ന് നമ്മൾ നാളിതുവരെ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നു. ഇന്ന് ഞങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ ഇതുപോലെയുള്ള പൊതുസമ്മേളനം സംഘടിപ്പിക്കാനുള്ള ഒരു കാരണം, RSS നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ പോലീസും മാഫിയ സംഘങ്ങളും ഇന്ന് കേരളത്തിന്റെ ഭരണത്തിന്റെ മുഖ്യമന്ത്രിയുടെ എല്ലാവിധ ഒത്താശയോടും കൂടി നമ്മുടെ കേരളത്തിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന അതിഭീകരമായ കാര്യം കേരളീയ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഡീപ്പ് സ്റ്റേറ്റ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തെരഞ്ഞെടുക്കുന്ന സഭകളുണ്ട്, ലോകസഭ, അവിടെയുള്ള ജനപ്രതിനിധികളെ നമ്മൾ വോട്ട് കൊടുത്ത് തെരഞ്ഞെടുത്തതാണ്. രാജ്യസഭ മറ്റൊരു രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സഭയാണ്. സംസ്ഥാനങ്ങൾക്കൊക്കെയും തന്നെ നിയമസഭകളുണ്ട്, നമ്മൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളാണ്. ആരാണ് കേരളം ഭരിക്കുന്നത്, ആരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള ഉത്തരം ഇതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അവര് മാത്രമല്ല. നമ്മുടെ രാജ്യത്ത് ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിൽ മാധ്യമങ്ങളുണ്ട്, നമ്മുടെ ജുഡീഷ്യറി ഉണ്ട്, നമ്മുടെ IPS-കാരും IAS-കാരും ഒക്കെ ഉൾക്കൊള്ളുന്ന അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണ നിർവഹണ തലങ്ങളുണ്ട്. അതൊക്കെയും തന്നെ ഭരണകേന്ദ്രങ്ങളാണ്. എക്സിക്യൂട്ടീവ് ഭരണകേന്ദ്രങ്ങളാണ്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലാത്ത അധികാര കേന്ദ്രങ്ങളായ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മാധ്യമങ്ങളും അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ആരുടെ കയ്യിലാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കുറെ നാളുകളായി നമ്മുടെ രാജ്യത്ത് RSS അത് മുഴുവനും കൈയടക്കി ഒരു ഡീപ്പ് സ്റ്റേറ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷേ അന്ന് നമ്മൾ കേരളത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഇന്ന് കേരളം ഭരിക്കുന്നത് ഡീപ്പ് സ്റ്റേറ്റ് ആണ്. ഇന്ന് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി നിർത്തി ഇടതുപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയായ LDF കേരളം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ RSS ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുവാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ തന്ത്രപൂർവം തെരഞ്ഞെടുത്ത് അത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും തെളിവുകൾ നിരത്തിയിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളെ കേൾക്കുന്നവരോട് വിനീതമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവസാനം വരെ നിങ്ങൾ കേൾക്കണേ എന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളോട് സവിശേഷമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യവും ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് എവിടെയും നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കൃത്യമായ തെളിവോടുകൂടി ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളെ രാഷ്ട്രീയമായിട്ട് അഭിമുഖീകരിക്കാൻ പ്രാപ്തമല്ലാത്ത വിധം അത്രയ്ക്കും ഭീകരമായൊരു പ്രതിസന്ധിയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പോൾ ബോധ്യപ്പെടും. ആ സന്ദർഭത്തിൽ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്നുള്ളതാണ്. പോലീസിന്റെ സംഘപരിവാർ പക്ഷപാതിത്വവും മാഫിയ ബന്ധവും പിണറായിയുടെ മുഖ്യമന്ത്രി സ്ഥാനവും നമ്മുടെ കേരളത്തെ RSSന്റെ മുമ്പിൽ RSSന് തളികയിൽ വെച്ചു കൊടുക്കുകയാണ്.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്കറിയാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് RSS, എങ്ങനെയാണ് BJPയെ അധികാരത്തിൽ എത്തിച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. എങ്ങനെയാണ് എത്തിച്ചത്? അവർ വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യും. വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്തിട്ട് ആ വർഗീയ കലാപങ്ങൾ അവർ തുടക്കം കുറിക്കും. എന്നിട്ട് അത് തുടക്കം കുറിച്ച് കലാപങ്ങളായി രൂപപ്പെട്ടു വരുമ്പോ ആ കലാപങ്ങൾ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടും. നമുക്കറിയാവുന്ന മാലോഗാവ്, മക്ക മസ്ജിദ്, സന്തോദ എക്സ്പ്രസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഫോടനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ സ്ഫോടനങ്ങൾ സംഭവിക്കുമ്പോൾ ആ സ്ഫോടനങ്ങളുടെ പിന്നിൽ മുസ്ലിം ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന ഒരു നുണ നിർമ്മിച്ചിട്ട് ആ നിർമ്മിച്ച നുണ സത്യാനന്തര കാലത്തിന്റെ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അങ്ങേയറ്റത്തെ വർഗീയ വിഷം പുരട്ടിയിട്ട് അതങ്ങോട്ട് പ്രചരിപ്പിക്കും. പക്ഷേ പിന്നീട് നമ്മൾ അറിയും, അത്തരം വർഗീയ കലാപങ്ങൾക്ക് കാരണമായി തീരുന്ന സ്ഫോടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് RSSന്റെ തന്നെ ഉത്തരവാദപ്പെട്ട നേതാക്കളും അവരുടെ സഹകാരികളുമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. പക്ഷേ അത്തരം സംഭവങ്ങൾ, ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ആ ഉത്തരേന്ത്യൻ തെരുവുകളിൽ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്. ഒരുപാട് നടന്നിട്ടുണ്ട്. ലവ് ജിഹാദിന്റെ വ്യാജ പ്രചരണങ്ങളും വർഗീയ കലാപങ്ങളും മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ ഉൾപ്പെടെ നുണപ്രചരണങ്ങൾ നിർമ്മിച്ചെടുത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുവാൻ ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളെ വിഷലിപ്തമാക്കിക്കൊണ്ട് വർഗീയ ഫാഷിസം ഉറഞ്ഞു തുള്ളിയതിന്റെ ഉത്തരമാണ് അവർ പല സംസ്ഥാനങ്ങളിലും ജയിച്ചത്. കേന്ദ്രത്തിൽ അവർ അധികാരത്തിൽ വന്നത് സാമുദായിക ധ്രുവീകരണത്തിലൂടെ, ഇസ്ലാമോഫോബിയയിലൂടെ. അവരുടെ മുമ്പിൽ അവരുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ദേശീയതയെ നിർവചിച്ചപ്പോ ആ രാജ്യത്തിന്റെ അകത്തുണ്ടാവാൻ പാടില്ലാത്ത മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും അരികുവൽക്കരിച്ചുകൊണ്ട് അവരെ പുറത്താക്കുന്ന, അവരല്ലാത്തവരെല്ലാവരും നിലനിൽക്കുന്ന, അവരിൽ തന്നെ ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ, പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെടെ ദലിത് സമൂഹങ്ങളെ അടിമകളാക്കി നിലനിർത്തുന്ന അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ അധികാരം ജനാധിപത്യ സംവിധാനത്തിലൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങളെ കുറിച്ചുള്ള പൈശാചികവൽക്കരണം, ഭീകരവൽക്കരണം, അങ്ങനെ പേടി സമൂഹത്തിൽ ഉണ്ടാക്കി മുസ്ലിങ്ങളും അല്ലാത്തവരും എന്ന ബൈനറിയിലൂടെ ഈ രാജ്യത്തെ വിഭജിച്ച് അധികാരത്തിലേക്ക് എത്തിയ ആ വർഗീയ ഫാഷിസം. പക്ഷേ നമ്മൾ സമാധാനിച്ചു, നമ്മുടെ കേരളത്തിൽ വരില്ല എന്ന്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. കേരളത്തിലും ഇതുപോലെയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, താനൂര് സ്ഫോടനം നടന്നു. ഒരു RSSകാരന്റെ വീട്ടിൽ ഒരു സ്ഫോടനം നടക്കുന്നു, 2-3 ആളുകൾ മരിക്കുന്നു. അതിന്റെ അന്വേഷണവുമായിട്ട് കടന്നു ചെന്നപ്പോ ആ അന്വേഷണത്തിൽ കൃത്യമായി കിട്ടിയ ഉത്തരം എന്തായിരുന്നു? ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ RSSകാരൻ മരണപ്പെട്ടു. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള RSSകാരനായ വട്ടച്ചിറ സ്വദേശി RSSകാരനായ ശ്രീകാന്ത് കൊല്ലപ്പെടുകയുണ്ടായി. ആ കൊല്ലപ്പെട്ട ശ്രീകാന്ത് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ശ്രീകാന്തിനെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് RSSകാർ ശ്രമിച്ചെങ്കിലും അന്ന് പക്ഷേ അത് പിടികൂടപ്പെടുകയുണ്ടായി. പിന്നീട് അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോ അന്നത്തെ മലപ്പുറത്ത് പോലീസ് ഓഫീസറായിരുന്ന MN കോശി അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടി പത്രങ്ങളെ വിളിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് നാളെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന ശ്രീകൃഷ്ണ ജയന്തിയിൽ എറിയാൻ വേണ്ടി RSSകാരനായ ശ്രീകാന്ത് ഉണ്ടാക്കിയതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഇവിടെ ബോംബ് നിർമ്മിച്ചു. എന്തിന്? നിഷ്കളങ്കരായ കുട്ടികൾ അണിനിരക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയിൽ, മലപ്പുറത്ത് നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയിൽ ബോംബെറിഞ്ഞിട്ട് അങ്ങനെ അവിടെ പിഞ്ചു പൈതങ്ങളെ കൊന്നിട്ട് അത് ഈ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളാണ് അതിന്റെ പിന്നില് എന്ന ഒരു സ്റ്റോറി രൂപപ്പെടുത്തിയെടുത്തിട്ട്
അതിലൂടെ ഉത്തരേന്ത്യ മോഡൽ വർഗീയ കലാപങ്ങളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമമായിരുന്നു അത്. മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു. അത് പറഞ്ഞത് എം എൻ കോശിയാണ്. ഞാനത് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയോ? എം എൻ കോശി അന്നത് പറയാൻ എം എൻ കോശിക്ക് സാധിച്ചത് കേരളത്തിൽ അന്ന് RSSന്റെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നില്ലായിരുന്നു. കേരളത്തിൽ അന്ന് RSSന്റെ ഡീപ്പ് സ്റ്റേറ്റ് അന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന് ഒന്നുകിൽ വട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം മദ്യലഹരിയിലായിരിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം RSSന്റെ ഗൂഢാലോചന അനുസരിച്ച് തന്നെ ബോംബ് നിർമ്മിച്ചതായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനും ശേഷം കേരളത്തിൽ പല സംഭവങ്ങൾ ഉണ്ടായല്ലോ. അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഇപ്പോഴതിൻ്റെ സ്ഥിതി എന്ന് നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് 2016 ശേഷം കേരളത്തിൻ്റെ അവസ്ഥയിൽ മാറ്റം വരികയാണ്. പ്രിയപ്പെട്ട സഖാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 2016 ശേഷം കേരളത്തിലെ അവസ്ഥയിൽ മാറ്റം വരികയാണ്. 2017 എൻ്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് പൂക്കോട്ടുംപാടം എന്നൊരു പ്രദേശമുണ്ട്. ആ പൂക്കോട്ടുംപാടത്തുള്ളൊരു ആ ക്ഷേത്രത്തില് രാത്രിയിൽ അതാ ആരോ പ്രവേശിക്കുന്നു. അവിടെയുള്ള വിഗ്രഹങ്ങളെ തച്ചുടക്കുന്നു, അവിടെ മാലിന്യം കൊണ്ടുപോയി തള്ളുന്നു. ആ വാർത്ത പിറ്റേ ദിവസം പത്രങ്ങളിലൂടെ വരുന്നു, ചാനലുകളിലൂടെ വരുന്നു. അവിടെ മുസ്ലിം ഭീകരവാദികൾ ആ ക്ഷേത്രത്തെ കയ്യേറിയിരിക്കുന്നു, ആക്രമിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത വരുന്നു. ഭാഗ്യത്തിന് അധികം വൈകാതെ അത് RSS സഹയാത്രികനായ രാജാറാം മോഹൻദാസ് പോറ്റിയാണ് അത് ചെയ്തത് എന്ന് അദ്ദേഹത്തെ പിടികൂടുകയുണ്ടായി. ഇനി ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ ഇതുപോലെയുള്ള ബോംബ് സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച RSSന്റെ ചരിത്രം നന്നായിട്ട് അറിയുന്നവരല്ലേ ഈ കേരളത്തിൽ ഇടതുപക്ഷവും അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും? താനൂരിലെ സംഭവം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതുപോലെയുള്ള ഒരു സംഭവം ഇങ്ങനെ പൂക്കോട്ടുംപാടത്തൊരു ക്ഷേത്രത്തില് ഇങ്ങനെ നടക്കുമ്പോ അതിന്റെ പിന്നിൽ RSSന്റെ ഒരു ഗൂഢാലോചന സാധ്യത അന്വേഷിക്കേണ്ടതിന് പകരം നമ്മുടെ കേരളത്തിന്റെ പോലീസ് എന്താ പറഞ്ഞത്? അദ്ദേഹം മദ്യലഹരിയിലാണ് അങ്ങനെ ചെയ്തു പോയത് എന്നാണ്. മോഹൻദാസ് പോറ്റി മദ്യലഹരിയിലാണ് ചെയ്തത്. അദ്ദേഹം 1 വർഷത്തോളമായി മമ്പാട് വന്ന് ഒരു വാടകയ്ക്കൊരു റൂം എടുത്ത് താമസിച്ചത് എന്തിനായിരുന്നു? പൂക്കോട്ടുംപാടത്തെ ക്ഷേത്രം അവിടെ അക്രമം നടക്കുന്നതിന് മുമ്പ് എൻ്റെ നാട്ടിൽ വാണിയമ്പലം, നാടിൻ്റെ പേരനങ്ങനെയാണ്, പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലും ഇതുപോലെ അവിടെ മലിനപ്പെടുത്തുകയും വിഗ്രഹങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവനും ഇവനാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിണറായിയുടെ പോലീസിന്റെ ഉത്തരം എന്തായിരുന്നു? മദ്യലഹരിയിലായിരുന്നു എന്നായിരുന്നു. വളാഞ്ചേരിയില് എടയൂര് നെയ്തലപ്പുറം ക്ഷേത്രത്തില് 2019 ഇതേപോലെ വിഗ്രഹങ്ങൾ തകർക്കപ്പെടുകയും മനുഷ്യമലം ആ ക്ഷേത്രത്തിന്റെ അകത്ത് കൊണ്ടുപോയി തള്ളുകയും ചെയ്തു. ഇത് പിടിക്കപ്പെട്ടത് RSS സഹയാത്രികൻ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്. പിണറായി സഖാവ് അദ്ദേഹത്തിന്റെ പോലീസ് അത് പിടിക്കപ്പെട്ടപ്പോ അപ്പോൾ ആ പിടിക്കപ്പെട്ട ആളെ കുറിച്ച് പറഞ്ഞത് അവനും മദ്യലഹരിയിലായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഉമ്മൻ കോശി ഉണ്ടാകുന്നില്ല? നിങ്ങൾ ആലോചിക്കണം. മദ്യലഹരിയിലാകുന്നു എന്ന് പറയുന്നത് വളരെ സമർത്ഥമായി ഗൂഢാലോചന നടത്തി RSS കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ അനുഭവം ഉണ്ടായിട്ട് പോലും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയുടെ പിന്നിൽ പോകാൻ എന്തുകൊണ്ട് കേരളത്തിന്റെ പോലീസ് തയ്യാറാകുന്നില്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ പോലീസ് പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണ്. വെൽഫെയർ പാർട്ടി 2016 തന്നെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് അധികം വൈകാതെ DGPയുടെ നിയമനം നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു,
ഇനി കേരളത്തിന്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആഭ്യന്തര വകുപ്പല്ല, ഇടതുപക്ഷത്തിന്റെ എല്ലാം CPM-ന്റെ ഏറ്റവും വലിയ നേതാവായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനല്ല, നാഗ്പൂരിൽ നിന്നായിരിക്കും കേരളത്തിന്റെ പോലീസ് നിയന്ത്രിക്കപ്പെടുക എന്ന് 2016 അന്നത്തെ ആ DGP-യെ നിയമിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങളുടെ തന്നെ ആർക്കീവ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കത് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ ഇന്ത്യൻ ഫാഷിസമാണോ വർഗീയതയാണോ എന്ന് ഗവേഷണം നടത്തുന്നവരല്ല. ഞങ്ങൾ എന്താണ് സാംസ്കാരിക ഫാഷിസം എന്നും സാംസ്കാരിക ഫാഷിസത്തിന് എത്രത്തോളം ശക്തിയും എത്രത്തോളം ആഴമുണ്ട് എന്നും ആ സാംസ്കാരിക ഫാഷിസം ഉൽപ്പാദിപ്പിക്കുന്ന വാക്കുകളും ആശയങ്ങളുമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരെ ഇവിടെ സെക്യുലറിസമായും കമ്മ്യൂണിസമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും സവർണ മേധാവിത്വത്തിന് ആവശ്യമായ സങ്കേതങ്ങളാണ് മതേതരത്വത്തിന്റെ മൂടിയണഞ്ഞുകൊണ്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത് എന്നും ഞങ്ങൾ കൃത്യപ്പെടുത്തി പറയുന്നത് സാംസ്കാരിക ഫാഷിസത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ കൃത്യമായ ധാരണയാണ്. ആ ഫാഷിസം എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് അധികാരം മാറിയാലും പ്രവർത്തിക്കുക എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഡീപ്പ് സ്റ്റേറ്റ്. അത് ഞങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള പോലീസിനകത്ത് RSSന് ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. കേരള പോലീസിനകത്ത് RSSന്റെ തത്വമസി എന്ന ഒരു പ്രത്യേകമായ വിങ് കേരള പോലീസിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ക്രൈംബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന യോഗാചാര്യന്മാരായ 2 ഉദ്യോഗസ്ഥരെ RSS ഈ തത്വമസിയുടെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ പോലീസിനകത്ത് തത്വമസി എന്ന RSSന്റെ ഒരു ഫ്രാക്ഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആരാ പറഞ്ഞത്? ഇത് പറഞ്ഞത് ഞങ്ങളല്ല. ഇത് പറഞ്ഞത് CPM-ന്റെ തന്നെ ചാനലായ കൈരളി ചാനലിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണിത്. കൈരളി ചാനലിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യപ്പെടുത്തിയിട്ട് കേരളത്തിന്റെ പോലീസിനകത്ത് RSSന്റെ ഒരു വിങ് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സഖാക്കൾ ആലോചിക്കണം. അങ്ങനെ പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ത് ചെയ്യണം? കേരളത്തിന്റെ പോലീസിന്റെ അകത്ത് RSSന്റെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യണ്ടേ? അങ്ങനെ അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് അതിൽ മുൻകൈ എടുത്തില്ല എന്ന ചോദ്യം തീർച്ചയായിട്ടും ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യമാണ്. പ്രിയപ്പെട്ട സഖാക്കൾ ആലോചിക്കണം. എന്തേ മുഖ്യമന്ത്രിക്ക് പറ്റിയത്? എന്തേ മുഖ്യമന്ത്രിക്ക് പറ്റിയത്? ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞു, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, നമ്മുടെ കേരളത്തിന്റെ പോലീസിനകത്ത് RSS പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഒരു ദേശീയ നേതാവ് പറഞ്ഞിട്ടും കേരളത്തിലെ പ്രമുഖനായ ഒരു സഖാവ് പറഞ്ഞിട്ടും എന്തേ പിണറായി വിജയൻ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതിരുന്നത്? എന്തേ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതിരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങളുടെ അടുത്തുണ്ട്. മുഖ്യമന്ത്രിയെ അധികാരമേറ്റ ഉടനെ സഖാവ് പിണറായി വിജയൻ ഡൽഹിയിലേക്കൊന്ന് പറന്നിരുന്നു. അവിടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരുന്നു. ആ ദീർഘനേര സംഭാഷണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ, അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ അന്നേ ദർശിക്കുകയും അത് കേരളീയ സമൂഹത്തോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങളിത് ശ്രദ്ധിക്കുകയെ, ഞങ്ങൾക്ക് ഇന്ത്യയിലെ ഫാഷിസം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുകയും അജണ്ട രൂപപ്പെടുത്തുകയും മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. ആ സംഭാഷണത്തിൽ ആവർത്തിച്ച് പ്രധാനമന്ത്രി ലാവ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും മാത്രമായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു MLA ഇല്ലെങ്കിലും
ഞങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ കയറി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കേരളം ഭരിക്കും എന്ന RSSന്റെ ഹുങ്ക് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ നേരത്തെ വൈദ്യുതി മന്ത്രിയായപ്പോഴുള്ള അഴിമതിയും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അതാണ് മറയാക്കിയത് RSS. അല്ലേ? ശരിയല്ലേ? എത്ര അന്വേഷിച്ചിട്ടും അത് പൂർത്തിയാവുന്നില്ല. കോടതിയിൽ എത്രയായാലും അത് നീട്ടി പോവുക, അതെവിടെ എത്താതിരിക്കുക എന്നതാണ് പിണറായിയും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും തമ്മിലുള്ള ലീഡ്. അതുകൊണ്ട് RSS പറയും ഇന്ന പോസ്റ്റിൽ ആരെയാണ് വെക്കേണ്ടത്, ഞങ്ങളത് പറയും, അപ്പൊ നിങ്ങൾ വെച്ചാൽ മതി. അത് തന്നെയാണ് പ്രിയമുള്ളവരെ 2016 ശേഷം ഒരു ഉമ്മൻ ഘോഷി ഇല്ലാതാവുകയും RSS നാഗപ്പൂരിൽ നിന്ന് പറയുന്നതിനനുസരിച്ച് RSS ഗൂഢാലോചന നടത്തി കേരളത്തെ കലാപഭൂമിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഞാൻ പറഞ്ഞു വന്നത് CPMന്റെ ദേശീയ നേതാവ് ഓർമ്മപ്പെടുത്തിയിട്ടും കേരളത്തിലെ CPMന്റെ ഉത്തരവാദപ്പെട്ട മറ്റൊരു നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തിയിട്ടും കൈരളി തന്നെ ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിട്ടും എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനകത്ത് RSSന്റെ ഒരു വിങ് പ്രവർത്തിക്കുന്നത് ഒരു അന്വേഷണത്തിന് മുതിരുന്നില്ല എന്ന ചോദ്യം വളരെ ഗൗരവത്തിൽ തന്നെ, എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിലൊരു അന്വേഷണവും നടത്തിയില്ല എന്ന കാര്യം തീർച്ചയായിട്ടും നമ്മൾ ആശങ്കപ്പെടുത്തേണ്ടുന്ന കാര്യമാണ്. RSSും പിണറായി വിജയനും തമ്മിലുള്ള ഡീലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനാവശ്യമായ തെളിവുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇനി RSSന്റെ നോമിനികൾ ആരൊക്കെയാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടനെ നിയമിക്കപ്പെടുന്ന DGP ലോക്നാഥ് ബെഹ്റ, അദ്ദേഹത്തെ DGP ആയിട്ട് നിയമിച്ച അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം നിങ്ങൾ പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നാഗ്പൂരിൽ നിന്നാണോ DGPയെ നിയമിക്കുന്നത് എന്ന ചോദ്യം അന്ന് തൊട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ DGP ആരാ? DGP ലോക്നാഥ് ബെഹ്റ ആരാണ്? അദ്ദേഹം ഉത്തരേന്ത്യയിൽ RSSന്റെ സഹയാത്രികനാണ്. ഇസ്രത്ത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായെ ജയിലിൽ കിടക്കേണ്ടിയിരുന്ന, കുറ്റവാളിയായി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന അമിത്ഷായെ തൻ്റെ പദവി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി സഹായിച്ച ആളാണെന്ന് ആരോപിക്കപ്പെട്ട ആളാണ് തീർച്ചയായിട്ടും ലോക്നാഥ് ബെഹ്റ. അങ്ങനെയുള്ള ഒരാളെ DGP ആയിട്ട് നിയമിക്കാൻ അങ്ങ് നാഗ്പൂരിൽ നിന്ന് ഉപദേശിക്കുമ്പോൾ അത് കേൾക്കേണ്ടി വരുന്നത്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ഞാൻ കയറി വരുമ്പോൾ സ്വാഗത പ്രഭാഷകൻ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ധാരാളം ഉപദേഷ്ടാക്കൾ അതായിരുന്നുവല്ലോ മുഖ്യമന്ത്രിയെ കുറിച്ച് നമ്മൾ കേട്ടത്. ഖജനാവിൽ പണമില്ലാതിരിക്കുമ്പോൾ ധാരാളം ഉപദേഷ്ടാക്കളെ നിയമിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ഉപദേഷ്ടാക്കൾ എന്ന ചോദ്യത്തിന് ബോധ്യപ്പെടും വിധം ഒരു ഉത്തരം നൽകാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. ആ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു ഉപദേശകൻ, അഡ്വൈസർ രമൺ ശ്രീവാസ്തവ നിയമിക്കപ്പെടുകയാണ്. ആരാണ് രമൺ ശ്രീവാസ്തവ? അതിവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ, ഇന്ന് പുതുപ്പള്ളിയിൽ അവിടെയുള്ള ആ വാർഡ് വെൽഫെയർ പാർട്ടിയുടെ കയ്യിലാണ്. ഞങ്ങളുടെ കൗൺസിലർ സുലൈമാൻ, അദ്ദേഹമാണ് അവിടുത്തെ കൗൺസിലർ. അതിൻ്റെ തെരുവിൽ സിറാജുന്നിസ എന്നൊരു പെൺകുട്ടി അതിക്രൂരമായി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അദ്വാനിയുടെ രഥയാത്രക്ക് ഈ രാജ്യത്ത് വർഗീയതയുടെ വിഷം ചീറ്റി BJP അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ആരംഭം കുറിച്ച ആ വംശീയ വർഗീയ രഥയാത്രക്ക് വഴിയൊരുക്കാൻ സിറാജുന്നിസ എന്നൊരു കൊച്ചു പെൺകുട്ടി, മണ്ണപ്പം ചുട്ട് കളിക്കുന്ന ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി വെടിവെച്ച് കൊന്നപ്പോ
അതിനാഹ്വാനം ചെയ്തതാരാണ്, ആക്രോശിച്ചതാരാണ്? രമൺ ശ്രീവാസ്തവ. ഐ വാണ്ട് എ മുസ്ലിം ഡെഡ് ബോഡി എന്ന് അദ്ദേഹം ആക്രോശിക്കുന്നത് അതിവിടെ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്തത് ഇടതുപക്ഷത്തിന്റെ 2 പ്രധാനപ്പെട്ട ജനപ്രതിനിധികളാണ്. അവരാ പറഞ്ഞത്, അവരത് കേട്ടു. ആ ആക്രോശം, ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡി. അങ്ങനെ ആക്രോശിച്ച രമൺ ശ്രീവാസ്തവയെ അഡ്വൈസറായിട്ട് വെച്ചത് നിങ്ങളുടെ പാർട്ടി തീരുമാനമല്ലല്ലോ. നാഗ്പൂരിൽ നിന്ന് ഓർഡർ അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തെ ഉപദേശകനായിട്ട് നിയമിച്ചത്. ഞാൻ വളരെ ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറയാം. എന്തിനാണ് അദ്ദേഹത്തെ വെക്കേണ്ടി വന്നത്? എന്തുകൊണ്ട് അദ്ദേഹം വെക്കേണ്ടി വന്നു? അപ്പോൾ LDFന്റെ ഭരണത്തിൽ ഒരിക്കലും തന്നെ ADGP ആവാൻ പാടില്ലാത്ത അജിത് കുമാർ, ആ അജിത് കുമാർ ഇതാ ADGP ആയിട്ട് വന്നിരിക്കുന്നു. RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി 2 പ്രാവശ്യം ഞാൻ കൂടിക്കാഴ്ച നടത്തി എന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ മുമ്പ് തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊക്കെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പലരും. ഇതാ ADGP RSSന്റെ നേതാക്കളുമായി കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുന്നു. നാഗ്പൂരിൽ നിന്ന് വിളിച്ചാൽ ഈ കേരളത്തിന്റെ ADGP വിളി കേൾക്കുന്നു. RSSന്റെ നേതാക്കന്മാർ വിളിച്ചാൽ ADGP അവിടെ പോകുന്നു. ADGP RSSന്റെ നേതാക്കളുമായി സംസാരിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ത് ഡീലാണ് ഉണ്ടാക്കിയത് എന്ന് വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് ജനങ്ങളോട്. സ്പീക്കർ പറയാം, ഇന്ത്യയിലെ ഒരു മഹത്തായ വലിയ സംഘടനയാണത്രേ RSS. അതിൻ്റെ നേതാക്കളുമായി സംസാരിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്ന് CPMന്റെ തന്നെ ഉത്തരവാദപ്പെട്ട മറ്റൊരു നേതാവായ സ്പീക്കർ അങ്ങനെ സഭയിൽ ചോദിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ പാർട്ടിയും അതേപോലെ തന്നെ ഈ ഭരണവും പോകുന്നത് എന്ന് അധികമൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തെ പിടിച്ചിട്ട് ADGP ആക്കി. ഇനി നിങ്ങൾ ആലോചിക്കാം, ആ ADGPയെ മാറ്റണം. ആരാ പറയുന്നത്? LDFിലെ പ്രമുഖ ഘടകകക്ഷിയായ CPIയുടെ നേതാവ് ബിനോയ് വിശ്വം പറയുന്നു ADGPയെ മാറ്റണം. മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് പറയുന്നു ADGP അപകടകാരിയാണ്, സ്വർണം കള്ളക്കടത്ത് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നവനാണ്, RSSകാരനാണ്, RSSന്റെ സഹകാരിയാണ്, RSSന്റെ നേതാക്കളെ പോയി കാണുന്ന ആളാണ്. നമ്മുടെ കേരളത്തിൽ RSSന് വേണ്ടി കൃത്രിമമായ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നവനാണ്. ആരാ പറഞ്ഞത്? CPMന്റെ തന്നെ ഇടതുപക്ഷ MLA അൻവർ പറഞ്ഞു. ഞാൻ അത് പറയുന്നത്, CPMന്റെ തന്നെ MLA പല സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രിയോട് പറഞ്ഞു. പക്ഷേ സ്വന്തം MLA പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ADGPയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല? CPI എന്ന് പറയുന്ന LDFിലെ പ്രമുഖ ഘടകകക്ഷിയുടെ നേതാവ്, അദ്ദേഹത്തെ മാറ്റണം, അദ്ദേഹം ഒരു നെറ്റോറിയസ് ക്രിമിനലാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടും എന്തേ മുഖ്യമന്ത്രി അത് കേൾക്കാതെ RSSകാരൻ പറഞ്ഞത് മാത്രം കേൾക്കുന്നു? ബഹുമാന്യനായ CPIയുടെ സെക്രട്ടറിയോട് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, താങ്കളുടെ മുഖം രക്ഷപ്പെടുത്താൻ ADGPയെ മാറ്റാൻ താങ്കൾക്ക് നല്ലത് ഈ മുഖ്യമന്ത്രിയോട് പറയുന്നതിന് പകരം താങ്കൾ RSSന്റെ കേരളത്തിലൊരു നേതാവിനോടൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്കൊരു രക്ഷയുണ്ടാകും. RSSന്റെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മാത്രമേ ഈ കേരളത്തിന്റെ മുഖ്യൻ ADGPയെ മാറ്റി നിർത്തുകയുള്ളൂ. അതാണ് കേരളത്തിൽ ഇന്ന സ്ഥിതി. CPM എന്ന് പറയുന്ന പാർട്ടി പറയുന്നതോ, ഇടതുപക്ഷം പറയുന്നതോ, LDF മുന്നണി പറയുന്നതോ, സ്വന്തം MLA പറയുന്നതോ, സ്വന്തം ദേശീയ നേതാവ് പറഞ്ഞതോ, അതല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നേതാവ് പറഞ്ഞതോ ഒന്നും കേൾക്കാതെ RSSന്റെ സഹകാരിയായ ADGPയെ സംരക്ഷിച്ചു നിർത്താൻ മുഖ്യമന്ത്രിക്ക് അതൊരു ബാധ്യതയായി തീരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അത് RSSും പിണറായിയും തമ്മിലുള്ള ഡീലാണ്. ആർക്ക് വേണ്ടിയിട്ടാണിത്? ആരെയാണിത് സംരക്ഷിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ആലോചിക്കണം.
ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് സംരക്ഷിക്കുന്നത്? ആകെ കൂടി ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. എന്താ? പോലീസിൻ്റെ മനോവീര്യം കെടുത്തും എന്ന്. പോലീസിൻ്റെ മനോവീര്യം കൊടുത്തുമെന്ന് പഠിച്ചു വെച്ച ഒരു ഉത്തരമല്ലാതെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഉത്തരങ്ങളുണ്ടോ? ഇന്ന് ചോദിച്ച പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഉത്തരം പറഞ്ഞോ? നാളിതുവരെ അൻവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞോ? ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞോ? ഒരു മാസത്തിലേറെയില്ലേ അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്നേ വരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഉത്തരം പറഞ്ഞതാകെ ഒരു ഉത്തരം പറയുന്നത് പോലീസുകാരുടെ മനോവീര്യം കെടുക്കും എന്നാണ്. പോലീസുകാരുടെ മനോവീര്യം കെടുക്കും. എന്നെ കേൾക്കുന്ന പോലീസുകാർ പോലും ഇപ്പോൾ സന്തോഷിക്കുകയാണ്. കാരണം ഇവിടെയിട്ട പാവപ്പെട്ട പോലീസുകാർ, നീതിബോധമുള്ള പോലീസുകാർ, ജനാധിപത്യ ബോധമുള്ള പോലീസുകാർ, അവരെ ഇട്ടിട്ട് സകലമാന അനീതിയും അക്രമവും കൊള്ളയും കള്ളക്കേസുകളും എടുപ്പിക്കാൻ വേണ്ടി നിരന്തരമായി നിർബന്ധിച്ചിട്ട് അവർ മാനസികമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട നിരപരാധികളും നിഷ്കളങ്കരും നീതിബോധമുള്ളവരുമായ ആ നല്ല പോലീസുകാർ ഇപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ സമാധാനിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുകയും RSSന് വേണ്ടി അടിമപ്പണി എടുപ്പിക്കുകയും നിരപരാധികളെ കൊണ്ടുപോയി കള്ളക്കേസെടുത്തും UAPA ചാർത്തിയും ജയിലിൽ കൊണ്ടുപോയി അടക്കുമ്പോൾ ആ മനസ്സാക്ഷി കുത്ത് ഈ ഒരു ADGPയും അദ്ദേഹത്തിന്റെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു മേലുദ്യോഗസ്ഥന്മാരും അവരിപ്പോഴെങ്കിലും ഒന്ന് വിചാരണ ചെയ്യപ്പെട്ടല്ലോ, ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായല്ലോ എന്ന് സന്തോഷിക്കുന്നവരാണ് പല പോലീസുകാരും എന്ന് ഞങ്ങൾക്കറിയാം. അത് പരിപാടിയായിട്ട് ഒരു മൈക്ക് സാങ്ഷന് വേണ്ടി പോകുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം തന്നെ മനസ്സിലാവും അതിൽ എത്രത്തോളം അവർ സന്തോഷത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, 2016 ശേഷം കേരളത്തിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ നിങ്ങൾ എടുത്തോ. 2016 നവംബറിൽ ഞാൻ വ്യാജ ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഉത്തരേന്ത്യയില് RSSന്റെ ടൂളാണത്. വ്യാജ ഏറ്റുമുട്ടൽ. ആ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലൂടെയാണ് RSS പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും അധികാരത്തിലെത്തിയത്. അതുകൊണ്ടാണ് പറയുന്നത് ആ വ്യാജ ഏറ്റുമുട്ടൽ കേരളത്തിലും വന്നു. 2016 നവംബറിൽ നിലമ്പൂരിൽ എടക്കരയ്ക്ക് സമീപം, അതിൻ്റെ അടുത്ത പ്രദേശാട്ടോ, 2 മാവോയിസ്റ്റ് പ്രവർത്തകരായ കുപ്പു ദേവരാജനും അജിതയും പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. അത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് അന്ന് തന്നെ കേരളീയ സമൂഹത്തോട് പറയുകയും വ്യാജ ഏറ്റുമുട്ടലിന്റെ RSSന്റെ വ്യാജ ഏറ്റുമുട്ടൽ ചരിത്രവും അതിന്റെ രാഷ്ട്രീയവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ജനതയോടും മുഖ്യനോടും ആഭ്യന്തര വകുപ്പിനോടും ഞങ്ങൾ പറഞ്ഞു, ഈ വ്യാജ ഏറ്റുമുട്ടൽ ഉത്തരേന്ത്യയിലെ RSS സ്റ്റൈല് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. അനങ്ങിയോ നമ്മുടെ മുഖ്യമന്ത്രി? എന്തിനേറെ പ്രിയമുള്ളവരെ, CPIയുടെ അന്നത്തെ സെക്രട്ടറി കാനം രാജേന്ദ്രൻ വളരെ കൃത്യപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഉത്തരേന്ത്യൻ മോഡൽ വ്യാജ ഏറ്റുമുട്ടൽ നമ്മുടെ കേരളത്തിലും വന്നിരിക്കുന്നു എന്ന്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാ പറയുന്നത്. LDFലെ ഒരു പ്രമുഖ ഘടകകക്ഷിയുടെ അന്നത്തെ സെക്രട്ടറിയാണ് കാനം രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്ക്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു എന്ന് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി കേൾക്കുന്നില്ല, ഓക്കെ, പക്ഷേ അദ്ദേഹത്തിന്റെ വലത്തും ഇടത്തുമുള്ളവർ പറയുമ്പോൾ പോലും മുഖ്യമന്ത്രിക്ക് അത് കേൾക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഈ മുഖ്യമന്ത്രി RSSകാർക്ക് വേണ്ടി കേരളത്തിൽ വിടുവേല ചെയ്യുകയാണ്. വെറുതെ വിളിച്ചു പറയല്ല, ഇതൊക്കെ തെളിവ്. അതൊക്കെ ആർക്കൈവ് എടുത്ത് നോക്കിയോ, പത്രം എടുത്ത് നോക്കിയോ, അന്ന് ആ കൊലപാതകം, ആ വ്യാജ ഏറ്റുമുട്ടൽ നടന്ന കാലത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ എടുത്ത് പരിശോധിക്ക്. ഞാനിവിടെ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഇവിടെ വന്ന് നിഷേധിക്കാൻ പറ്റില്ല എന്ന് എന്നെ കേൾക്കുന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ 1 മാസമായി ഈ കേരളത്തിന്റെ മുഖ്യൻ ഈ ചോദ്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പിന്നെന്തിനാ സംശയിക്കണേ? ഉറപ്പല്ലേ RSS മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം? ഞങ്ങൾ വെറുതെ ഒരു ടൈറ്റിൽ ഇടുമോ? ഒരു മതേതര പാർട്ടിയുടെ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ
തലപ്പത്തിരിക്കുന്ന ഒരാൾക്കെതിരെ RSS മുഖ്യൻ ബന്ധം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹെഡിങ് ബോധ്യമില്ലാതെ ഇടുമോ? കൃത്യമായ ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇട്ടത്. അന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാം നിങ്ങൾക്ക്? ആ വ്യാജ ഏറ്റുമുട്ടൽ കഴിഞ്ഞു. ആ ബോഡികൾ കോഴിക്കോട് കൊണ്ടുവന്നു. ഗ്രോവാസു ഉൾപ്പെടെയുള്ള ഒരു സംഘം സാംസ്കാരിക പ്രവർത്തകർ, ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട് അവിടെ. കാരണം ഇത് വ്യാജ ഏറ്റുമുട്ടൽ, ഞങ്ങൾ പ്രക്ഷോഭത്തിലുണ്ട്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന മാതാപിതാക്കൾക്ക് ആ ബോഡി ഏൽപ്പിച്ചു കൊടുക്കാൻ പോലും തയ്യാറാകാതിരുന്നപ്പോ KN കുഞ്ഞമ്മദ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ചിന്തകർ പറഞ്ഞു അത് വ്യാജ ഏറ്റുമുട്ടലാണ്, ആ കുടുംബത്തിന് അത് കൊടുക്കണം, ബോഡി കൊടുക്കണം, കുടുംബത്തിന് ആ ബോഡി കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. ഗ്രോവാസുവും കൂട്ടരും ആവശ്യപ്പെട്ട് സമരം ചെയ്തു. എന്താ ഉണ്ടായതെന്നറിയോ? യുവമോർച്ച പറഞ്ഞു ആ ബോഡി ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ആരെ മുഖ്യമന്ത്രി കേട്ടത്? ഗ്രോവാസുവിനെ കേട്ടോ? ജനപക്ഷത്ത് നിന്ന് മാനുഷികമായ ഇടപെടൽ നടത്തി ആ വ്യാജ ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും RSSന്റെ ചരിത്രത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി അവസാനം ആ ബോഡിയെങ്കിലും ആ കുടുംബത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞ സാംസ്കാരിക പ്രവർത്തകരുടെ, സന്നദ്ധ സംഘടനകളുടെ ഒന്നും കേട്ടില്ല. യുവമോർച്ച പറഞ്ഞതാണ് മുഖ്യമന്ത്രി കേട്ടത്, ആഭ്യന്തര വകുപ്പ് കേട്ടത്, അല്ലെങ്കിൽ RSS നിയമിച്ച മുഖ്യമന്ത്രിയുടെ പോലീസ് കേട്ടത്. ആ ബോഡി കൊടുത്തില്ല. ഇവർക്കെതിരെ കേസെടുത്തു. ഗ്രോവാസിനും ടീമിനുമെതിരെ കേസെടുത്തു. നിങ്ങൾ ആലോചിക്കൂ, ഞാൻ ഇവിടെ സംഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്ക്, എന്താണ് ആ ഒരു ബോഡി പോലും കൊടുക്കാതിരിക്കാൻ യുവമോർച്ച പറഞ്ഞത് കേൾക്കേണ്ട ഒരു ഗതികേട് എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ടായി? കാനൻ രാജേന്ദ്രൻ പറഞ്ഞതുപോലും കേൾക്കേണ്ടതില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇനി അടുത്ത് പറയാം, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ സംഭവം കോഴിക്കോട്. അലനും തോഹയും അല്ലേ? അലനും തോഹയും DYFI പ്രവർത്തകരായിരുന്നു എന്ന് കോഴിക്കോട് ജില്ലാ CPM പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ അറസ്റ്റ് ചെയ്തതിനു ശേഷവും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ DYFI പ്രവർത്തകരായ അലനും തോഹയും അവർക്കെതിരെ പോലീസ് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കള്ളക്കേസിൽ കുടുക്കി UAPA ചുമത്തി അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു അല്ലേ? അതിനെതിരെ എത്ര ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി? ഞങ്ങളൊക്കെ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾക്കറിയാം ഈ അറസ്റ്റ് രീതി RSS ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരുടെ പദ്ധതിയാണത്. അവരുടെ പദ്ധതി പിണറായി വിജയന്റെ കേരളത്തിൽ എങ്ങനെ സംഭവിക്കുന്നു? എല്ലാവരും രംഗത്ത് വന്നു. പക്ഷേ സ്വന്തം, അതായത് ഞങ്ങളുടെയൊക്കെ കാരണഭൂതൻ എന്ന് പറഞ്ഞ് ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട അലനും തോഹയും അങ്ങനെയുള്ള രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ, വിദ്യാർത്ഥികളായ കുട്ടികളുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യം പറഞ്ഞ മറുപടി എന്താ? അത് യോഗി ആദിത്യനാഥൊക്കെ പറയും പോലെ അവരെ വെറുതെ ചായ കുടിക്കാൻ പോയതൊന്നുമല്ല. സ്വന്തം മക്കളെ, പിണറായിക്ക് സിന്ദാബാദ് പിടിച്ച് വളർന്ന അലനെയും തോഹയെയും അവരേറ്റവും വലിയ ഭീകരവാദികളും മാവോവാദികളുമായി മുദ്രകുത്തി അവർ വെറുതെ ചായ കുടിക്കാൻ പോയവരല്ല എന്ന് പത്രക്കാരോട് പറഞ്ഞ മുഖ്യമന്ത്രി RSSന്റെ വാക്കുകൾ, RSSും ഇവിടുത്തെ RSSന്റെ പോലീസ് ഉദ്യോഗസ്ഥർ വായിൽ തിരികെ കൊടുക്കുന്നത് പറയുന്നവനുമായി മാറിയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എവിടുക്കാ മുഖ്യമന്ത്രി? എന്തേ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നത്? ഞാൻ ഈ നിരത്തുന്ന തെളിവുകളൊക്കെ RSS പറയുന്നതിനനുസരിച്ചാണ് ആഭ്യന്തര വകുപ്പ് പോകുന്നത്, അല്ല കേരളം തന്നെ പോകുന്നത് എന്ന അത്യന്തം അപകടകരമായ ഉത്തരേന്ത്യ വർഗീയ സംഘർഷങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ആത്മാഭിമാനത്തോടുകൂടി കേരളത്തിൽ അത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ച നമ്മെ നാണം കെടുത്തുകയാണ്. നിങ്ങൾ ഓർക്കണം, നമ്മൾ തെരഞ്ഞെടുത്ത ആഴ്ച, കേരളം തെരഞ്ഞെടുത്ത ആഴ്ച കേരളത്തിൻ്റെ ഒരു ഗവൺമെന്റിന്റെ നിഴലിൽ, തണലിൽ RSSന്റെ ഡീപ്പ് സ്റ്റേറ്റ് എത്ര സുന്ദരമായിട്ടാണ് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, RSS പ്രതികളായ കേസുകൾ എടുത്തോ. ഞാൻ നേരത്തെ 2 പറഞ്ഞില്ലേ? RSS പ്രതികളായ കേസുകൾ എടുത്തോ. കൊടിഞ്ഞി ഫൈസൽ വധം, പള്ളിയിൽ കിടന്നുറങ്ങുന്ന നിഷ്കളങ്കനായ ഫൈസൽ കൊടിഞ്ഞി, നമുക്കറിയാം.
ഫൈസൽ കൊടിഞ്ഞി, അത് റിയാസ് മൗലവിൻ്റെ കാര്യം ഓർമ്മ വന്നാണ്. ഫൈസൽ കൊടിഞ്ഞി എടുക്കാം. ഫൈസൽ കൊടിഞ്ഞിയെ കൊന്നതാരാ? RSS പ്രവർത്തകനായ നാരായണൻ. RSS പ്രവർത്തകനായ നാരായണൻ 25 വർഷം മുമ്പ് തിരൂർ യാസിറിനെയും കൊന്നിട്ടുണ്ട്. ഇസ്ലാം മതം സ്വീകരിക്കുന്നവർ അത് സ്വീകരിക്കുക എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവനവൻ ഇഷ്ടമുള്ള ആശയങ്ങളും മതങ്ങളും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ, അതാണ് ഇന്ത്യ എന്നിരിക്കെ, അതൊരു കുറ്റമായി കാണുന്ന രാജ്യദ്രോഹ മനസ്സുള്ള RSSന്റെ ഈ സഹയാത്രികൻ ആ നാരായണൻ യാസിറിനെയും കൊന്നു, ഫൈസലിനെയും കൊന്നു അല്ലേ? ഫൈസലിനെ കൊന്നപ്പോൾ ഇവിടെയൊക്കെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പേരിന് മാത്രം ഒരു FIR. RSSകാർക്ക് ഇതുപോലെയുള്ള ബോംബ് സ്ഫോടനങ്ങളും ക്ഷേത്രങ്ങളെ ആക്രമിക്കലും അതേപോലെ തന്നെ ഫൈസൽ യാസിറിനെ പോലെ കൊല്ലലും ഒക്കെ ഈസി ആയിട്ട് നടക്കുന്നത്, അത് നടന്നാലും നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കുമെന്ന് കേരളത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവരിലൂടെ RSSകാരും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവസാനം നാരായണൻ രക്ഷപ്പെട്ട് ഇങ്ങനെ പോവുക. എന്താ കാരണം എന്നറിയോ? ഇവർ തയ്യാറാക്കുന്ന FIR അത്രക്കും ദുർബലമായ FIR ആയിരിക്കും. അത്രക്കും ദുർബലമായ FIR-ഉം അതേപോലെ തന്നെ കുറ്റപത്രവും തയ്യാറാക്കിയപ്പോൾ പോലീസ് ബോധപൂർവം നിസ്സാരമായൊരു കേസാക്കി അതിനെ ദുർബലപ്പെടുത്തി. RSS താല്പര്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ നിന്നുകൊടുത്തു, പിണറായി വിജയൻ നിന്നുകൊടുത്തു. എന്നിട്ട് ആ ഫൈസലിന്റെ കുടുംബം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാൻ സർക്കാരിനോട് യാചിച്ചപ്പോ അതുപോലും അംഗീകരിച്ചില്ല. കാരണം നമ്മുടെ സർക്കാർ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഇമാതിരി RSSന്റെ ADGP-നെ പോലുള്ളവരൊക്കെയല്ലേ കേൾക്കുക, അവര് പറഞ്ഞൊക്കെയല്ലേ കേൾക്കുക. ADGP ഇപ്പോഴും സേഫാണല്ലോ, ഒരു കുഴപ്പവും ആൾക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി സഖാക്കളെ, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. എത്ര സുഖമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും വാഴുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം റിയാസ് മൗലവി വധം. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമാണത്. പള്ളിയിൽ കിടന്നുറങ്ങുന്ന ഒരു പാവം മുസ്ലിയാർ, ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാർ പള്ളിയൊക്കെ ഇടിച്ച് തകർത്ത് അകത്ത് കയറിയിട്ട് ക്രൂരമായി അങ്ങോട്ട് കൊന്നു. ആ കേസിന്റെ സ്ഥിതി എന്താ? ഒരു വർഗീയ കലാപം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ RSS ഗൂഢാലോചന അന്വേഷിക്കണ്ടേ? അതിന്റെ പിന്നിൽ RSS ഗൂഢാലോചന അന്വേഷിക്കുമ്പോഴാണല്ലോ RSSന്റെ അതിക്രൂരമായ വംശഹത്യക്ക് വിധേയമാകുന്ന ദലിതാദിവാസി പിന്നാക്ക വിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫാഷിസത്തിന്റെ മുമ്പിൽ നിരന്തരമായി വേട്ടയാടപ്പെടുന്ന വംശഹത്യക്ക് വിധേയമാക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിനും ഒരു സുരക്ഷിതത്വ ബോധമുണ്ടാവുക. അത് ഈ പിണറായി സർക്കാരിന്റെ പോലീസും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടും അങ്ങനെ ഒരു സുരക്ഷാബോധമുണ്ടോ? റിയാസിനെ കൊന്നിട്ട് അവിടെയും തന്നെ കിട്ടുന്ന കുറ്റപത്രം എന്താ? അതും ഇതന്നെ, അത് മദ്യലഹരിയിലായിരുന്നു പ്രതി. എന്താന്നല്ലേ, മദ്യലഹരിയിൽ ഒരാൾ ഇങ്ങനെ പോണ പോക്കിൽ എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ ബൈക്കിലൊക്കെ വന്ന് 2-3 ആൾ വന്ന് പള്ളിയൊക്കെ കുത്തി തുറന്ന് അതിക്രൂരമായി കൊന്നതിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ പോലീസ് തയ്യാറാക്കിയ FIR അതൊരു മദ്യലഹരിയിലായ ഒരാൾ വന്ന് ചെയ്ത, ലഹരിയിലായപ്പോൾ ചെയ്ത ഒരു അബദ്ധമാണ്. 2 കേസിലും ഒരു ഗൂഢാലോചനയും അന്വേഷിക്കുന്നില്ല. 2 കേസിലും ഇല്ല. കാസർഗോഡ് തന്നെ നമുക്കറിയാം, RSSകാർ കൊലപ്പെടുത്തിയ ഫിനാൻ, 3 ക്ലാസ്സുകാരനായ ഫഹദ്, 2 കേസിലും ഒരു ഗൂഢാലോചനയോ മതസ്പർദ്ധ പ്രശ്നമോ FIR-ൽ കാണില്ല. RSSകാരാണെങ്കിൽ അവർക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ മദ്യപിച്ചതാണ് എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ ഞാൻ ഒന്നുകൂടെ പറയാം, എലത്തൂർ തീവണ്ടി കത്തിക്കൽ കേസ് ഞങ്ങൾ ആണയിട്ട് പറയുന്നു. RSSന്റെ ചരിത്രം ഞാനിപ്പോൾ ഈ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ പറയുന്നു. ആ ട്രെയിനിൽ അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാക്കാൻ അങ്ങനെയുള്ള അങ്ങ് വിദൂരത്തു നിന്ന് വന്ന ഒരുത്തൻ ഒരിക്കലും തന്നെ അങ്ങോട്ട് ഒറ്റക്ക് അങ്ങനെ ഒരു പണിയെടുക്കില്ല. അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും അതൊരു RSSന്റെ ഗൂഢാലോചനയാണ് എന്നും കേരളത്തെ കലാപഭൂമിയാക്കാൻ ഒരു ഷാറൂഖ് സൈഫിയെ കൊണ്ടുവന്നിട്ട്
പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് RSS നടത്തിയ ഒരു ഗൂഢാലോചനയാണത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് RSSന്റെ ചരിത്രം മതി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ ഗൂഢാലോചന സംശയിക്കപ്പെടുന്ന സംഭവത്തിൽ ഇന്നും മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ADGP അജിത് കുമാർ നടത്തിയ സ്റ്റേറ്റ്മെന്റ്, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായ ഷഹീൻ ബാഗിൽ നിന്നെത്തിയ ആ ചെറുപ്പക്കാരനായ ഇദ്ദേഹം ഷഹീൻ ബാഗിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഷഹീൻ ബാഗ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അത് തീർച്ചയായിട്ടും അത് ഭീകരരുടെ ഹാച്ചറിയാണ് എന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഈ കേരളത്തില് ഉത്തരവാദപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ADGPക്ക് അങ്ങനെ പബ്ലിക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഷഹീൻ ബാഗിനെ കുറിച്ച് നടത്താൻ, ഇന്നേ വരെ ഷഹീൻ ബാഗിനെ കുറിച്ച് അങ്ങനെ ഒരു കേസോ അങ്ങനെ ഒരു സവിശേഷമായ ആരോപണമോ ഒരു FIR എവിടെയും ഇല്ലാതിരിക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ADGP അജിത് കുമാറിന് നടത്താൻ കഴിയണമെങ്കിൽ അദ്ദേഹം പക്ക RSSകാരനാവണം. അപ്പോൾ മാത്രമേ നടത്താൻ സാധിക്കൂ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെയൊക്കെയും തന്നെ ഒരു ഭീകരരുടെ ഹാച്ചറിയാണ് എന്ന RSSന്റെ വർത്തമാനം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. RSS എന്താ ചെയ്യാന്നറിയോ? RSSന് ഒരു വെറുപ്പ് രാഷ്ട്രീയത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. അതായത് അവരുടെ നുണ ഫാക്ടറിയിൽ ആദ്യം ഒരു നുണ നിർമ്മിച്ചെടുക്കും. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ഒരു നുണ അവർ നിർമ്മിച്ചെടുക്കും. ആ നിർമ്മിച്ചെടുത്ത നുണയുണ്ടല്ലോ, ആ നിർമ്മിച്ചെടുത്ത നുണ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ അവർ സപ്ലൈ ചെയ്യും. ആ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ സപ്ലൈ ചെയ്ത മുസ്ലിങ്ങൾക്കെതിരെ സവിശേഷമായി നിർമ്മിച്ചെടുത്ത വെറുപ്പ് രാഷ്ട്രീയത്തിന്റെ ആ ഒരു നുണ പൊതുബോധമാക്കി വളർത്തിയെടുക്കുമ്പോൾ ആ പൊതുബോധത്തിന് തലച്ചോറ് പണയം വെക്കാൻ ഇവിടെയുള്ള സെക്യുലറിസ്റ്റുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്കെതിരാണോ എന്നാ പിന്നെ അത് പറയാം. അങ്ങനെയാണ് മുഖ്യൻ എന്താ പറഞ്ഞത്? അദ്ദേഹം ഷഹീൻ ബാഗ് ഭീകരരുടെ ഹാച്ചറിയാണ് എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ല കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും കേന്ദ്രമാണെന്ന് മാത്രം പറഞ്ഞു വെച്ചില്ല. ആ പണം മുഴുവനും ദേശദ്രോഹത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ച് പെട്ടിരിക്കുക. സഖാക്കൾ ശ്രദ്ധിച്ചോ? അദ്ദേഹത്തിന്റെ വലത്തും അദ്ദേഹത്തിന്റെ ഇടത്തുമുള്ള ആരാണ് ഈ വാർത്ത നിർമ്മിച്ചത്? എന്താ ഹിന്ദു പറഞ്ഞത് ഇതാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് അത് പ്രത്യേകമായി ഞങ്ങൾക്ക് എഴുതി തന്നു എന്നാണ്, PRO എഴുതി തന്നു എന്നാ പറഞ്ഞത് അല്ലേ? ആരാ? മുഖ്യമന്ത്രിയുടെ ടീം. അതൊരു കോർപ്പറേറ്റ് ടീമാണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, കുറച്ചുകൂടി വിവരം കിട്ടും നമുക്ക്. അതായത് ഒരു കോർപ്പറേറ്റ് സംഘമാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോകുമ്പോൾ അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് തീരുമാനിക്കുന്നത്. വലത്തും ഇടത്തും ഇങ്ങനെയായിരുന്നു സഖാക്കളെ നിങ്ങളുടെ നേതാക്കൾ. നിങ്ങളുടെ നേതാവിന്റെ വലത്തും ഇടത്തും ഉണ്ടാവുകാരാ. ആ നേതാവിന് എവിടെയും തെറ്റാതിരിക്കാൻ ഇന്റർവ്യൂ നടത്തുമ്പോൾ മുൻകൂട്ടി പ്രിപ്പറേഷന് വേണ്ടി കൃത്യമായി നിങ്ങളുടെ ഒരു വർഗ സിദ്ധാന്തത്തിന്റെ അകത്തു നിന്ന് എല്ലാം നിരീക്ഷിക്കാനുള്ള പാഠവത്തോടുകൂടി ആവശ്യമായ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിർമ്മിച്ചു കൊടുത്തിരുന്ന കാലം പോയി. എല്ലാത്തിനെയും എക്സ്ക്ലൂഡ് ചെയ്തു, പുറത്താക്കി. എന്നിട്ട് ഈ മുഖ്യമന്ത്രി കൂടെ കൂട്ടിയിരിക്കുന്നത് കോർപ്പറേറ്റുകളെ കൂടെ കൂട്ടിക്കുക. കോർപ്പറേറ്റുകൾ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ? RSSന് വേണ്ടി പണിയെടുക്കുന്നവർ. വളരെ കറക്റ്റ് അല്ലേ? അവിടെ കൊള്ള നടക്കുന്നു, പണം വരുന്നു എന്നല്ല, ആ പണം ഉപയോഗിച്ചുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു. മുഖ്യമന്ത്രി ഇത് പറയുമ്പോ അത് ഞാനല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ പോരാ. പിന്നെ ആരാന്ന് പറയണം? ആരാണ് നിങ്ങളുടെ വായിൽ ഇത് തിരികെ എഴുതി കൊടുത്തത്? അങ്ങനെ ഒരു വാചകമല്ല എന്ന് പറഞ്ഞില്ല, അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. കാരണം അതിൽ പറയുന്നുണ്ട് ഹിന്ദു. മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ കേരളത്തിൽ 21-ാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
അന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഹിന്ദുവിൽ 30-ാം തീയതി ഇന്റർവ്യൂ കൊടുത്തോ മാത്രമല്ല. എന്നാൽ വേറൊരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇത് നേരത്തെ RSS പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 16 ഡൽഹിയിൽ ഇറങ്ങിയ എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളിലും മലപ്പുറത്ത് സ്വർണ്ണവേട്ട നടക്കുന്നു, ഹവാല പണം വരുന്നു, സ്വർണം കരിപ്പൂർ വഴി കടത്തുന്നു, അതിന്റെ പണം മുഴുവനും രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നൊരു വാർത്ത സെപ്റ്റംബർ 16 RSS അവരുടെ ഗോദി മീഡിയ വളരെ സമർത്ഥമായി ഡൽഹിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സംഭവമാണ് RSS നിർമ്മിച്ചെടുത്ത നുണ. അതാണ് 21 കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അതാണ് 30 ഹിന്ദുവിന് അഭിമുഖം കൊടുത്തത്. അതാണ് പിറ്റേ ദിവസം പത്രത്തിൽ വന്നത്. നിങ്ങൾ ആലോചിക്ക്, നിങ്ങളുടെ കൂടെ സഖാക്കളാണോ അതല്ല കോർപ്പറേറ്റുകളാണോ? RSSന് വേണ്ടി പണിയെടുക്കുന്ന കോർപ്പറേറ്റുകളാണോ? നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഉത്തരം പറ, ആരാണ് അത് എഴുതി കൊടുത്തത്? ഇപ്പൊ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കോ? ബബ്ബ, അവർ മാന്യന്മാരാണ്, അവർ മാപ്പി ചോദിച്ചിരിക്കുന്നു, രക്ഷപ്പെടണം. കാരണം കേസ് കൊടുത്താൽ കാണാം ഹിന്ദു അതിന്റെ അപ്പുറം പറയും. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി അതൊന്ന് തിരുത്തണം എന്ന് പറയുമ്പോൾ ഏതൊരു പത്രക്കാരും തിരുത്തി കൊടുക്കും. ഒന്ന് കേസ് കൊടുക്കട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കൂല. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ മിസ്ലീഡ് ചെയ്ത ഈ കമ്മിറ്റിക്ക്, ആ കോർപ്പറേറ്റ് ഏജൻസിക്ക് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് തന്നെയല്ലേ മലപ്പുറം മുസ്ലിം ഭീകരവാദികളുടെ ഹാച്ചറിയാണ് എന്ന് നാളെ മുഖ്യമന്ത്രിക്ക് പറയാൻ പിന്നെന്താ തടസ്സം? ഇനിയിപ്പോൾ ഇത് പറയില്ല എന്ന് വിചാരിക്കാൻ, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി? നമ്മൾ മനസ്സിലാക്കണം, ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇങ്ങനെ നേരത്തെ നമ്മുടെ എറണാകുളത്ത് ഓർമ്മ വരുന്നത് പറയാം. ഈ മുജാഹിദ് പ്രവർത്തകർ അവരൊരു നോട്ടീസുമായിട്ട് പോയി. എന്താണ്? ഇന്ത്യയുടെ ഏകത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നോട്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ RSSകാർ വന്നിട്ട് അവരെ മർദ്ദിച്ചു, ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. അപ്പോഴേക്കും അവർ തകർന്നു. കാരണം അവരങ്ങനെ സമരരംഗത്തൊന്നുള്ള ആൾക്കാരല്ല. അവരാകെ മാനസികമായിട്ട് തളർന്നു. അവർ മിണ്ടിയില്ല. അപ്പോഴും ഞങ്ങൾ ഇടപെട്ടിട്ടോ, ഞങ്ങളപ്പോഴേ ഇടപെട്ടു, ആ സന്ദർഭത്തിൽ ഇടപെട്ടു. കാരണം ഇത് വേറൊരു പൊളിറ്റിക്സാണ്. ആശയപ്രചരണം എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചതാ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റദ്ദ് ചെയ്യുന്ന RSSകാരുടെ ഇടപെടലാണത് എന്ന് അന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി. പക്ഷെ എന്താ സംഭവിച്ചത്? ഇവരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. ഈ പാവങ്ങളെ, ഇവരെ മർദ്ദിച്ച ദ്രോഹിച്ച RSSകാരെ അവരൊന്നും ചെയ്തില്ല, അവരെ വെറുതെ വിട്ടു. അന്വേഷണം തന്നെ ഇല്ല. മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. RSSകാർ കൊടുക്കണ മരുന്ന് മുഴുവനും കുടിക്കുക, മൂപ്പർക്ക് പണി. എന്നിട്ട് RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. നിങ്ങൾ ആലോചിക്കണം. വളരെ സീരിയസ് ആയ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ RSS എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത് എന്ന് കൃത്യപ്പെടുത്തി അവരുടെ ചരിത്രത്തിൽ നിന്നും ഫാഷിസത്തിന്റെ പദ്ധതികളിൽ നിന്നും ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളോട് പിണറായി വിജയന് പോലും ഒരു ഉത്തരവും പറയാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ഉത്തരം പറ. ഉത്തരം ഉണ്ടെങ്കിൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറയണം. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അൻവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അതിനേക്കാളും ഭയപ്പെടുത്തുന്നത് RSS കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണ്. അത് ഉറപ്പല്ലേ? കള്ളക്കടത്ത് എന്ന് പറയുന്നത് RSS പണ്ടേ ചെയ്തിട്ടുള്ളതല്ലേ? ഏറ്റവും അധികം വിദേശ പണം സ്വീകരിച്ച സംഘടനയല്ലേ അത്? ഹവാല പണം നമുക്കറിയാം. നോട്ട് നിരോധിച്ചപ്പോൾ നരേന്ദ്രമോദി കള്ളപ്പണത്തെക്കുറിച്ച് സംസാരിച്ചു. ആ ഒരു 5-6 മാസത്തെ കള്ളപ്പണം പിടികൂടിയത് മുഴുവനും കേരളത്തിലടക്കം BJP ആണ് കള്ളനോട്ട് അടിച്ചത്, അല്ലേ? BJPക്കാരായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമല്ല അത് വെളിപ്പെടുത്തിയ ചാനലിൽ സംസാരിച്ച ഉത്തരേന്ത്യയിലെ ഒരു മഹാൻ, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് തന്നെ ഇല്ല, അയാൾ എവിടെ പോയി എന്നറിയില്ല. അത്രക്കും കള്ളപ്പണവും ഹവാലയും ഒക്കെ BJPയുടെ ഒരു ഇതാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ശരിയല്ല. അൻവർ എന്താ പറഞ്ഞത്? അൻവർ പറഞ്ഞത് കരിപ്പൂർ എയർപോർട്ടിൽ സ്വർണം വരിക, എന്നിട്ട് കസ്റ്റംസ് അത് പിടിക്കണ്ടെന്ന് തീരുമാനിക്കുക. കാരണം അവിടെ പിടിച്ചാൽ ഒരു ഗ്രാമാണെങ്കിലും അത് റെക്കോർഡഡ് ആണ്, അത് വീഡിയോയിലുണ്ടാവും, അത് മേലോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പിടിക്കാതിരിക്കുക, പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ RSSകാർ നിയമിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് പിടികൂടുക.
എന്നിട്ട് അതിൻ്റെ ഒരു 75% അവരെടുക്കുക, ഇത് കൊണ്ടുവന്ന ആൾക്കൊരു 10% കൊടുക്കുക, ബാക്കിയുള്ളത് കേസാക്കി എടുക്കുക, എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തി വേറെ ഏതെങ്കിലും രണ്ടാളെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാം. ഇതാണ് അൻവർ ഉന്നയിച്ചത്. ഇത് അൻവർ ഉന്നയിച്ചപ്പോൾ അൻവർ ഉന്നയിക്കുന്നവരെ ഭീകരവാദികളാക്കലുള്ളവർക്ക് പണി. അത് ഉന്നയിച്ച അൻവറിന്റെ പേരും പ്രശ്നമാണ്. അൻവർ മലപ്പുറം ജില്ലക്കാരന് അതിലേറെ പ്രശ്നമാണ്. അതങ്ങോട്ട് വളച്ചുകെട്ടില്ലാതെ പറയുന്നതിന് പകരം ഒന്ന് വളച്ചു കെട്ടിയിട്ട് മലപ്പുറത്തേക്ക് ഒഴുകുന്ന സ്വർണം അത് പോലീസ് പിടികൂടുന്നതാണ് അൻവറിന്റെ പ്രശ്നം. അതന്നെ പ്രശ്നം. അത് പോലീസ് പിടികൂടി പോലീസ് അടിച്ചെടുക്കുകയാണ്. അത് കസ്റ്റംസ് ആണ് പിടികൂടേണ്ടത്. കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്യണം പിടികൂടിയാൽ. ഇപ്പോൾ നിയമം മാറിയല്ലോ. ഇപ്പോൾ നിയമമൊക്കെ മാറി വന്നപ്പോൾ പോലീസിന് ചെറിയൊരു അധികാരം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അൻവർ ഉന്നയിക്കുന്ന ഈ ആരോപണ കാലത്ത് അധികാരമില്ല. പോലീസ് അത് പിടിച്ചാലും കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കാരണം അത് സ്വർണം അവർ കക്കരും. അപ്പോൾ അത്രക്കൊരു മാഫിയ സംഘമാണത്. ആ മാഫിയ സംഘത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്ത് പറഞ്ഞാലും ADGP അവിടെ നിർത്തിയിട്ട് അന്വേഷിക്കുക. ADGPക്കെതിരെ പരാതി പറഞ്ഞാൽ അപ്പോൾ മുഖ്യമന്ത്രി ADGPനോട് തന്നെ അന്വേഷിക്കാൻ പറയാം. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ മക്കളെ, സഹോദരന്മാരെ ഇങ്ങനെ? ADGPക്കെതിരെ ഒരു പരാതി പറഞ്ഞാൽ ADGP തന്നെ അന്വേഷിക്കുക, അല്ലെങ്കിൽ അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടവിടെ ADGPക്ക് തന്നെ റിപ്പോർട്ട് കൊടുക്കുക. അപ്പം എന്താ സംഭവം? ADGPനെ തൊടാൻ പാടില്ല, അയാളെ തൊടാൻ പാടില്ല. അയാളെ തൊട്ട എന്തൊക്കെ പൊട്ടാൻ പോകുന്ന ആർക്കറിയാം. അയാളെ തൊടില്ല. ഇവിടെയാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്, മുഖ്യമന്ത്രിയും RSSും തമ്മിലൊരു ഡീലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട CPMൻ്റെ പ്രവർത്തകരോട് വിനീതമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം. ആ മുഖ്യമന്ത്രി ഹവാല കേസിലാണ് പ്രതിയെങ്കിൽ, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിലാണ് പ്രതിയെങ്കിൽ, ആ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും നിങ്ങളുടെ ഗവൺമെൻറ്റും ലൈഫ് പദ്ധതിയിലാണ് നിങ്ങൾ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അതിനും അപ്പുറത്ത് ഖജനാവിൻ്റെ പണമെടുത്ത് സ്വർണ്ണക്കള്ളക്കടത്തിന് മീഡിയേറ്ററായ ഒരു പെണ്ണ്, ആ പെണ്ണിന് ഈ ഖജനാവിൻ്റെ പണം നിങ്ങൾ അനധികൃതമായി ശമ്പളമായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ മാഫിയ സംഘങ്ങൾ അത് പോലീസിനകത്ത് മാത്രമല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തും ഈ മാഫിയ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് അങ്ങേറ്റം വിവാദ വ്യവസായിയുമായി ഇടപെട്ട് അവിഹിതമായ പണം ആ മുഖ്യമന്ത്രിയുടെ മകൾ പറ്റിയിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിലും EDയെ കുറിച്ച് വേട്ടയാടും. അതാണ് എന്നും RSSന്റെ രീതി. അതാണല്ലോ ഡൽഹി മുഖ്യമന്ത്രിയോട് വരെ ചെയ്തത്. ഡൽഹി മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ലാഞ്ഞിട്ടാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് ഈ മുഖ്യമന്ത്രിയുടെ മടിയിൽ കനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും RSSന്റെ മുമ്പിൽ എല്ലാം മറന്നടിയറവ് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർബന്ധിതനാവുകയാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടിക്ക് എന്ത് ഗതികേട് വരും എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രായം ചെന്ന കുറച്ച് നേതാക്കന്മാരുണ്ടല്ലോ, നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെയും മകളെയും നിങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെയാണ്. എന്താ അതിൻ്റെ റിസൾട്ട്? പാർലമെന്റ് ഇലക്ഷൻ എടുത്തോ. പാർലമെന്റ് ഇലക്ഷൻ തോറ്റതിന് വെൽഫെയർ പാർട്ടിയുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമല്ല. ഞങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാനൊക്കെ കഴിയും. ഞങ്ങൾ മത്സരിച്ചിട്ട് തോൽപ്പിക്കണമെന്നില്ല, ഞങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാനൊക്കെ കഴിയും. കാരണം കേരളത്തിൻ്റെ ഉത്ബുദ്ധമായ ജനതയോട് നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചിട്ടും, നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ മാധ്യമങ്ങളും മീഡിയകളും ഉപയോഗിച്ച് പറഞ്ഞിട്ടും കേരളത്തിൻ്റെ ഉത്ബുദ്ധ ജനത കേട്ടത് അതല്ല. കേരളത്തിൻ്റെ ഉത്ബുദ്ധ ജനത അവരുടെ മതനിരപേക്ഷ ബോധം വെൽഫെയർ പാർട്ടി 2019 കേരളീയ സമൂഹത്തോട് പറഞ്ഞു, വർഗീയ ഫാഷിസത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ദേശീയ രാഷ്ട്രീയത്തിൽ ശേഷിയുള്ളവരെ പിന്തുണക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ CPMന്റെ പ്രവർത്തകർക്ക് വരെ അത് ബോധ്യപ്പെട്ടു. ആ ബോധ്യമാണ് 2019 തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. 2024 ഞങ്ങൾ നൽകിയ നരേഷൻ തന്നെ വിജയിച്ചു. ഇത് ഞങ്ങൾ പറയുന്ന അല്ല കേട്ടോ, വെൽഫെയർ പാർട്ടിയുടെ നരേഷനാണ് വിജയിച്ചത് എന്ന് പറയുന്നത് CPMന്റെ തന്നെ സെക്രട്ടറിയാണ്. അവർ പറയുന്നുണ്ട്, വെൽഫെയർ പാർട്ടിയും അവരൊക്കെ കൂടി ഒരു നരേഷൻ ഉണ്ടാക്കും, അതങ്ങോട്ട് പ്രചരിപ്പിക്കും, അപ്പോൾ വോട്ട് അങ്ങോട്ട് പോകും. അതാണ്
എൻ്റെ മുമ്പിൽ സ്ത്രീകൾ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുക അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, ഇവരുടെ അടുത്ത് കുറച്ച് സ്ത്രീകളുണ്ട്, അവർ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വോട്ടും നമുക്ക് കിട്ടൂല എന്നാ പറഞ്ഞത്. കിട്ടൂല. കാരണം ഞങ്ങൾ സത്യമാണ് പറയുന്നത്. ഞങ്ങൾ കേരളത്തിന്റെ മതനിരപേക്ഷ ബോധത്തോടാ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് RSS ഉൽപ്പാദിപ്പിച്ച വർഗീയതയുടെ പദങ്ങൾ കടമെടുത്തിട്ടാണ്, വംശീയതയുടെ പദങ്ങൾ കടമെടുത്തിട്ടാണ് നിങ്ങൾ സംസാരിച്ച. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ വംശീയതയിലേക്കാണ് നിങ്ങൾ വരുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? ഇലക്ഷനിൽ തോറ്റു. നിങ്ങൾ ചരിത്രത്തിൽ CPM ഇങ്ങനെ വിലയിരുത്തി. എന്നും ഇലക്ഷൻ കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം കൂടിയാൽ UDF ജയിക്കും, പോളിംഗ് ശതമാനം കുറഞ്ഞാലോ CPM ജയിക്കും. ഇത് കേരളത്തിലെ അംഗീകൃത സത്യം. എന്താണ് ഈ അംഗീകൃത സത്യത്തിന്റെ രസതന്ത്രം? അതായത് UDF എന്ന് പറയുന്നത് കേഡർ വോട്ടല്ല. ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യണം തോന്നുമ്പോൾ ചെയ്യും. അപ്പോൾ വോട്ടിംഗ് ശതമാനം കൂടും, പോളിംഗ് ശതമാനം കൂടും. അപ്പോൾ ആ വോട്ട് UDFന് കിട്ടുമല്ലോ, ജയിക്കും. അങ്ങനെ ആളുകൾ പോയി വോട്ട് ചെയ്തിട്ടില്ലെങ്കിലോ CPM ജയിക്കും, LDF ജയിക്കും. കാരണം എന്താ? അവരുടെ വോട്ട് നേരത്തെ ഉറപ്പാണ്. അപ്പോൾ ആ വോട്ട് കൃത്യമായി കിട്ടും, അതുകൊണ്ട് ജയിക്കും. നിങ്ങൾ ഓർത്തോളൂ സഖാക്കളെ, 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തൽ എന്താ? നിങ്ങളുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് വോട്ട് ചെയ്തവരെ മാർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഓരോ ബൂത്തിൽ നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വോട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ചരിത്രത്തിൽ മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്തേ പറ്റി? ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് അവശേഷിക്കുന്ന പാർട്ടിക്കാരാണത്. അവശേഷിക്കുന്ന പാർട്ടിക്കാർ എന്താണെന്നറിയോ? അവർ നിങ്ങളുടെ CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഉണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന പഴയകാല മൂല്യബോധങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ RSSന് വേണ്ടി വിടുവേല ചെയ്യുന്ന ഈ മുഖ്യമന്ത്രിക്കും ഈ ഭരണകൂടത്തിനും ഈ പാർട്ടിക്കും വേണ്ടി വോട്ട് കൊടുക്കാൻ ഞങ്ങളില്ല എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ തീരുമാനിച്ചു. പക്ഷെ അവർക്ക് കോൺഗ്രസിന് വോട്ട് കൊടുക്കാൻ കഴിയൂല, BJPക്ക് വോട്ട് കൊടുക്കാനും കഴിയൂല. പക്ഷേ അപ്പോഴും നിങ്ങൾ ബൂത്ത് തല പഠനം നടത്തിയപ്പോൾ ആ കേഡർ വോട്ട് പോയാൽ ഇത്ര വോട്ട് കിട്ടണം, അപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പം എന്താ സംഭവം? അത് ഞങ്ങൾ പറഞ്ഞുതരാം. അത് ഞങ്ങൾ കുറേ കാലമായി പറയണം. ആ വോട്ട് BJPയിലേക്കാണ് പോയത്. അല്ലെങ്കിൽ നിങ്ങളുടെ കേഡർ വോട്ട് ചെയ്യാത്ത ബാക്കി വോട്ട് നിങ്ങൾക്ക് കിട്ടണ്ടേ? BJPയിലേക്ക് പോയത് എന്തുകൊണ്ടാ? BJPയിലേക്ക് പോയത് നിങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നു, ഇപ്പുറത്ത് UDF ആണ്, അത് മുസ്ലിം പാർട്ടിയാണ്, മുസ്ലിം മുന്നണിയാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീകരാണല്ലോ. അത് RSS പറഞ്ഞു കൊടുത്തതാട്ടോ, അത് അങ്ങനെ തന്നെ പറയാം. അപ്പം പിന്നെ ഇവർ ആലോചിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയത് ഇപ്പുറത്ത് BJPയാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ CPMന്? CPM മുസ്ലിം വർഗീയതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലേറെ വർഗീയത പറയാൻ BJPക്ക് കഴിയുമ്പോൾ ഇനി സഖാക്കളായ ഞങ്ങൾ എന്തിനാണ് വെറുതെ CPMന് വോട്ട് ചെയ്യുന്നത്? അതുകൊണ്ട് BJPക്ക് അങ്ങോട്ട് വോട്ട് ചെയ്ത് കളയാം. അങ്ങനെ നിങ്ങളുടെ വോട്ട് BJPയിലേക്കും പോയി. ഞങ്ങളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ അധികാരത്തിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് മുസ്ലിം സമുദായത്തെ പൈശാചികവൽക്കരിച്ച്, വർഗീയവൽക്കരിച്ച്, ഭീകരവൽക്കരിച്ച് RSSന്റെ വെറുപ്പ് രാഷ്ട്രീയത്തെ ഇലക്ഷൻ സമയത്ത് ഹിന്ദു വോട്ട് ഏകീകരണത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പച്ചക്ക് പ്രഖ്യാപിച്ചുപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അത് മുഴുവനും സാമുദായിക ധ്രുവീകരണത്തിനും BJPയുടെ വോട്ട് പോങ്കുമായിട്ട് മാറി. ഞാൻ പറഞ്ഞുതരാം, ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന്. ഒരു കാര്യം ഇപ്പം നടന്ന സ്റ്റേറ്റ്മെൻ്റ് തന്നെ എടുക്കുക. 21 CPMന്റെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം, അതിനെ പുകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫൈൻഡിങ്, ആ കണ്ടെത്തൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ ഹിന്ദു വോട്ടെങ്ങാനും തട്ടിയെടുത്താലോ എന്ന് പേടിച്ചിട്ട് ആ വർഗീയ ഉള്ളടക്കമുള്ള മലബാറിനെ കുറിച്ചുള്ള സഖാവ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് ജന്മഭൂമി പിറ്റേ ദിവസം ലേഖനം എഴുതി. ഇനി ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടോ. ജന്മഭൂമിക്ക് ലേഖനം എഴുതാൻ ആരാണ് സൗകര്യമൊരുക്കി കൊടുത്തത്? അത് സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ. നിങ്ങളെടുക്കുന്ന പണിയുടെ റിസൾട്ട് RSS കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് 2024 ഇലക്ഷനിൽ നിങ്ങൾ എണ്ണെടുത്തിട്ടും വോട്ട് ചെയ്യാത്തവരാണ് നിങ്ങളെ പാർട്ടിയിൽ ഇനിയും തിരിച്ചു വരാൻ സാധ്യതയുള്ളത്. മറ്റേ BJPയിൽ പോകൂലേ?
അപ്പൊ ജന്മഭൂമി ആ സ്റ്റേറ്റ്മെന്റ് എടുത്തു കൊടുത്തു. പൗരത്വ പ്രക്ഷോഭ കാലത്ത് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു അറിയോ? പൗരത്വ പ്രക്ഷോഭത്തിൽ മുസ്ലിം ഭീകരവാദികൾ, തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന്. ഇത് ഞാൻ നുണ അറിയില്ലല്ലോ, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് കിട്ടും. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ആരാണ് ഉപയോഗിച്ചത്? പാർലമെന്റിൽ നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടക്കുന്ന പൗരത്വ പ്രക്ഷോഭത്തെ കുറിച്ച് പറഞ്ഞപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, ഈ പൗരത്വ പ്രക്ഷോഭം മുസ്ലിം ഭീകരവാദികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ സാധാരണ മുസ്ലിങ്ങൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. മുസ്ലിം ഭീകരവാദികളാണ് പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സഭയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന്. ആരാ പിണറായി വിജയൻ ഉദ്ധരിച്ചത്? പിണറായി വിജയനെ ജന്മഭൂമിക്കും അതേപോലെ തന്നെ ജന്മഭൂമിക്കും ഇപ്പുറത്ത് നരേന്ദ്രമോദിക്കും ഉദ്ധരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ അനുയായികൾക്ക് പിന്നെന്താ BJPക്ക് വോട്ട് കൊടുത്തൂടെ? കൊടുക്കാമല്ലോ. നിങ്ങളല്ലേ അവരുടെ നേതാക്കന്മാർ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരിക്കല് യോഗി ആദിത്യനാഥുമായിട്ടൊരു ചാനൽ ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ആ ചാനൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഇല്ലാത്ത ലവ് ജിഹാദ് പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞു, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദനാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ലവ് ജിഹാദ് നടക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ഇതര മതസമൂഹത്തിലെ പെൺകുട്ടികളെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് ചാനലിനോട് യോഗി ആദിത്യനാഥ് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ യോഗി ആദിത്യനാഥ് റെഫർ ചെയ്യുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെയാണ്. അല്ലേ? എന്താണ് RSSന്റെ പരിപാടി? മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും. ഇതല്ലേ RSS നടത്തുന്ന വിഭജനം? കേരളത്തിൽ ഈ വിഭജനം പച്ചക്ക് നടത്തിയ പാർട്ടി CPM ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നിഷേധിക്ക്. എന്താണത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ 2 മുന്നണികളാണുള്ളത്, LDF UDF-ഉം. UDF ആരൊക്കെ ഉള്ളത്? UDF ഒരു മതേതര കൂട്ടായ്മയല്ലേ? LDF-ഉം ഒരു മതേതര കൂട്ടായ്മയല്ലേ? എന്നിട്ട് എന്തായിരുന്നു നിങ്ങളുടെ ഇലക്ഷന് വേണ്ടി നിങ്ങൾ രൂപപ്പെടുത്തിയ നിങ്ങളുടെ നരേഷൻ എന്തായിരുന്നു? ഹസ്സൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ. ഉമ്മൻചാണ്ടിയുള്ള പാർട്ടി മുന്നണി, രമേശ് ചെന്നിത്തലയുള്ള മുന്നണി, മുല്ലപ്പള്ളി രാമചന്ദ്രനുള്ള മുന്നണി, അല്ലേ? അകലെ കോൺഗ്രസ് നേതാക്കന്മാര്, സതീശനുള്ള. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ നരേഷൻ എന്താ? ഹസ്സൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ. കോൺഗ്രസിൽ നിന്ന് ഹസ്സൻ എടുത്തു, ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി എടുത്തു, അമീറിനെ നിങ്ങൾ ചേർത്തു. എന്താണ് ആ നരേഷന്റെ അർത്ഥം? ഞങ്ങൾ അന്ന് കേരളത്തിൽ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ പറഞ്ഞതല്ല. നിങ്ങൾ പറഞ്ഞതാണ് ബോധ്യപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ ആളുകൾക്ക് ചാനലിൽ കടന്ന് പരങ്ങേണ്ടി വരൂലായിരുന്നു. നിങ്ങളുടെ ആളുകൾ ചാനലിൽ കടന്ന് പരങ്ങുന്നത് എടുത്തു നോക്ക്, ഇന്നും എടുത്തു നോക്ക്. നിങ്ങൾ ആലോചിക്കണം. ഹസ്സൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ എന്ന് പറഞ്ഞാൽ എന്താ? LDF-ഉം UDF-ഉം മത്സരിക്കുമ്പോൾ UDF എന്ന് പറഞ്ഞാൽ ഹസ്സൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ ആകുന്ന ഒരു മുസ്ലിം ഗ്രൂപ്പാണ്. അപ്പോൾ മുസ്ലിം ഗ്രൂപ്പ് എന്നെ പ്രശ്നമാണ്. അതൊരു മുസ്ലിം ഗ്രൂപ്പാണ്, അതൊന്ന് നുണയാണ്, പക്ഷെ മുസ്ലിം ഗ്രൂപ്പാണ്. അതുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, UDF എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. എന്താ RSSന്റെ അജണ്ട? മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും. എന്തായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട? മുസ്ലിങ്ങളല്ലാത്തവരും. മുസ്ലിങ്ങളൊക്കെ UDF, അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ള ഞങ്ങളൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. നോക്കൂ, RSSന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു കേരളത്തിൽ. RSSന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, RSSന്റെ മുസ്ലിങ്ങളില്ലാത്ത, ക്രിസ്ത്യാനികളില്ലാത്ത, കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത എന്ന രാഷ്ട്രത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചുമുള്ള അവർ നാഷൻ കുഡ് ഡിഫൈനിൽ കൃത്യമായി രേഖപ്പെടുത്തിയ RSSന്റെ രാഷ്ട്ര ദേശീയ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ഒരു വിഭജനം നടത്തി, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി RSS മുന്നോട്ട് പോകുമ്പോൾ RSSന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ CPM-ന്റെ
എലക്ഷൻ എഞ്ചിനീയറിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ വിശദീകരിക്കും. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ ചാനലുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ അന്തിച്ചർച്ചകളും വെൽഫെയർ പാർട്ടിയായിരുന്നു. ചാനലിലേക്ക് ആളെ കൊടുക്കാൻ ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം വെൽഫെയർ പാർട്ടിയെ ശരിയാക്കുക എന്നുള്ള. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് ഏറ്റവും അധികം കേരളത്തിൽ പൊതുസമൂഹത്തിലേക്ക് മൈലേജ് കിട്ടിയ ഡിസ്കഷനുകളാണത്. കാരണം ഞങ്ങൾ സത്യം മാത്രമാണ് ചർച്ചയിൽ പറയുന്നത്. ആ ചർച്ചകളിലൊക്കെ ഞങ്ങൾ പലരോടും ചോദിച്ചു. CPM-ന്റെ നേതാക്കളോട്, DYFIയുടെ നേതാക്കളോട് ഞങ്ങൾ ചോദിച്ചു, ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി അമീർ ഒന്ന് വിശദീകരിക്കുമോ? ബബ്ബടിച്ചു. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കേരളത്തിലെ മുഖ്യധാര ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിൽ ആങ്കർമാർ ചോദിക്കുക, ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന നരേഷൻ ഉണ്ടാക്കി, കേരളത്തിൽ വിഭജനമുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, RSSന് സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് എന്ന് അന്ന് ഞങ്ങൾ ഉന്നയിച്ച കാര്യം ഇന്ന് മുഖ്യധാര ചാനലുകളിൽ ആങ്കർമാർ ചോദിച്ചുകൊണ്ടിരിക്കുക. ബബ്ബടിക്കുക. എനിക്ക് നല്ല ബോധ്യമുണ്ട്. CPM-ന്റെ DYFIയുടെ ഒക്കെ ആളുകൾ ചർച്ചയിൽ പോകുമ്പോൾ ഓൾക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, നല്ല ചിന്തയുണ്ട്, പഠിപ്പുണ്ട്, വിവരമുണ്ട്, കഴിവുണ്ട്. അടുത്ത തലമുറക്കില്ല കേട്ടോ. ആ തലമുറ തീർന്ന്. ഇനി അത് ആവശ്യമല്ല നിങ്ങൾക്ക്. ഇനി എന്തിനാണത്? ഒരു എന്താ പറയുക, ഒരു മുതലാളിത്ത സംഘടനക്ക്, ഒരു BJP സൗഹൃദ നിലപാട് സ്വീകരിക്കുന്ന സംഘടനക്ക് സ്വന്തം തന്നെ ഒരു വർഗീയ പാർട്ടിയാവാൻ വേണ്ടി, അതായത് വർഗ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വർഗീയ രാഷ്ട്രീയം ഏറ്റെടുക്കുന്ന നിങ്ങൾക്കിനി ബുദ്ധിയും ചിന്തയും വേണ്ട. കാരണം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് വികാരങ്ങൾക്കും ആളുകളുടെ വിദ്വേഷങ്ങൾക്കും പ്രതികാരങ്ങൾക്കും മാത്രമേ പ്രസക്തിയുള്ളൂ. അവിടെ ചിന്തകൾ ആവശ്യമില്ല, ആലോചനകൾ ആവശ്യമില്ല. വർഗ രാഷ്ട്രീയത്തിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ പോവാ. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിയും കഴിവുള്ള ആൾക്കാരെന്നെ പകച്ചു നിൽക്കുക, ഉത്തരല്ല ബബ്ബടിക്കുക, വിയർത്തോ. കാരണം നിങ്ങൾ സിന്ദാബാദ് വിളിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ RSSന് വേണ്ടി പണിയെടുത്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വർഗ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നിന്ന് ഇതൊന്നും വിശദീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് കമ്മ്യൂണിസം പറയാൻ പറ്റില്ല. നിങ്ങൾക്കിതൊന്നും പറയാതെ ഇനി ഫാഷിസത്തെയും മുതലാളിത്തത്തെയും RSSനെയും ഒക്കെ വെള്ളപൂശി സംസാരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ മാത്രമേ ഇനി നിങ്ങൾക്ക് കഴിയൂ. ആ ഒരു ദുർഗതിയാണ് ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഞാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കീ പോസ്റ്റുകളിലൊക്കെ RSS നോമിനികളെ നിയമിച്ചു. ഇപ്പുറത്തൊരു ഭാഗത്ത് എലക്ഷൻ എഞ്ചിനീയറിങ്ങിലൂടെ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും മുസ്ലിം വെറുപ്പ് എന്ന് പറയുന്ന RSSന്റെ അജണ്ട നിങ്ങൾ നടപ്പിലാക്കി. കേരളത്തിൽ നാളിതുവരെ ഇല്ലാത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലും ഒരു കുഴപ്പമില്ല. ആ ക്രിസ്ത്യാനികൾക്കിടയിൽ RSS കയറി അതിൻ്റെ അകത്തൊരു ഡീപ്പ് സ്റ്റേറ്റായി പ്രവർത്തിച്ച് മുസ്ലിങ്ങൾക്കെതിരെ കാസ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾക്കിടയിൽ, ഇവിടെ പിണറായിയുടെ പോലീസിൻ്റെ അകത്ത് ഇതുണ്ടാക്കി തത്വമസി ഉണ്ടാക്കിയതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിൽ കാസ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി മുസ്ലിങ്ങളോട് വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അരുതേ എന്ന് പറയാൻ ചുമതലപ്പെട്ട കേരളത്തിന്റെ ഭരണകൂടം ഒരു മന്ത്രിയെ പറഞ്ഞയച്ചിട്ട് ആ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദ് മുതൽ മുസ്ലിങ്ങൾക്കെതിരെ പച്ച നുണകൾ പ്രചരിപ്പിച്ച ഒരു പുരോഹിതന്റെ അടുത്ത് പോയി പിന്തുണ പ്രഖ്യാപിക്കുകയും വോട്ടുറപ്പിക്കുകയും അങ്ങനെ RSS രൂപീകരിച്ച കാസയുടെ പ്രതിനിധിയായി സംസാരിക്കുന്ന പൗരോഹിത്യത്തെ പോയി പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ RSSന്റെ മറ്റൊരു അജണ്ടയായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കുമിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുക, ഫാഷിസത്തിനെതിരെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദലിതരും ഒന്നിച്ചു നിന്ന് പൊരുതുന്നിടത്ത് തീർച്ചയായിട്ടും ഫാഷിസം വിയർക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഉണ്ടാക്കിയ മറ്റൊരു വിഭജനമായിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ ക്രൈസ്തവരെ തിരിക്കുക. കാസ എന്ന ഓർഗനൈസേഷനിലൂടെ നിങ്ങൾ കാസയുടെ പ്രതിനിധികളെ പോയിട്ട് എന്ത് ചെയ്തു? അപ്രീഷിയേറ്റ് ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന എന്താ? അങ്ങനെ നിങ്ങൾ ഉത്തരവാദപ്പെട്ടവരല്ലേ. ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത് കോടതി വരെ പറഞ്ഞല്ലേ? അതല്ലേ നിങ്ങൾ പറയേണ്ടത്? ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല. മേലാൽ ആ ജിഹാദ് എന്നുള്ള വാക്കുപയോഗിച്ച് കേരളത്തെ പിളർത്താൻ ശ്രമിക്കരുത്, RSSന്റെ പണിയെടുക്കരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയാതെ പോയി എന്നിടത്താണ് ഞങ്ങൾ പറയുന്നത്. RSSും നിങ്ങളും തമ്മിൽ ഞങ്ങളിത് പറയുമ്പോൾ അങ്ങനെ പറയും, ഞങ്ങൾ ഈ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളൊക്കെ സംരക്ഷിച്ചിട്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPM-നെതിരെ നിലപാടുണ്ടാക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളിപ്പോൾ എന്തായി പറഞ്ഞത്? ഞങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ മറുപടി പറ. ഞങ്ങളിതൊക്കെ പറയാതിരുന്നിട്ട്
നിങ്ങൾ ഓർത്തോ, നിങ്ങൾ നിങ്ങളുടെ നേതാവിൻ്റെ സകലമാന തോന്നിവാസങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ തകർത്തെറിയുമ്പോൾ, വെസ്റ്റ് ബംഗാളിന്റെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, ഈ ഓഫീസ് ഒരു വർഷം മുമ്പ് വരെ CPM-ന്റെ ഓഫീസായിരുന്നു, ഇപ്പോൾ അത് BJP-യുടെ ഓഫീസാണ് എന്ന് ഞങ്ങളുടെ പ്രവർത്തകരെന്നെ ചൂണ്ടി കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിടക്കാറുണ്ട്. കൈയടിക്കല്ല. കാരണം എന്താണെന്നറിയോ? അതൊക്കെ RSS-കാരപ്പോ. കൈയടിക്കല്ല. കാരണം ഈ CPM, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ, അവർ RSS ആവാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കേരളത്തിൽ അത് നടന്നു തുടങ്ങി. അത് ഇലക്ഷനിൽ കണ്ടല്ലോ. കേരളത്തിൽ അത് സംഭവിച്ചു തുടങ്ങി. നിങ്ങളുടെ ഡീലല്ലേ. ഇവിടുന്ന് ഒരു എംപിനുണ്ടാക്കിയതാരാ? നമ്മൾ മനസ്സിലാക്കണം. ഒരു മന്ത്രി അവിടെ പൂരം കലക്കിക്കൊണ്ടിരിക്കുക. ADGP പൂരം കലക്കിക്കൊണ്ടിരിക്കുക. പൂരം കലക്കിയിട്ട് ആ തൃശ്ശൂരിൽ നിന്നൊരു എംപിനെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ RSS-ന്റെ ഗൂഢാലോചന, അതിനുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ആംബുലൻസിൽ BJP-യുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരു ഏജന്റും അതേപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയും എങ്ങനെയാണ് ആംബുലൻസിൽ ആൾക്കൂട്ടത്തിലേക്ക് കയറി വന്നത്? ഇതേ സമയത്ത് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ഒരു മന്ത്രിയെ അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിച്ചില്ല, തടഞ്ഞു വെച്ചിരിക്കുക. മൂപ്പർക്കാണ് ഇപ്പൊ പറയാൻ തന്നെ പേടിയാ, അവർക്ക് മടിയാ. കാരണം നാണക്കേടല്ലേ അവർക്ക്. അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾക്കാണ് കയറാൻ വയ്യ. മത്സരിക്കാൻ പോണ BJP-യുടെ കാൻഡിഡേറ്റിനകത്ത് കയറാൻ പറ്റൂല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാ അവർക്ക് ഒരു എംപിനെ കൊടുത്തു നിങ്ങൾ. അത് നിങ്ങൾ എന്താ ചെയ്ത്? CPI-യുടെ, നിങ്ങളുടെ അല്ല, CPI-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ മന്ത്രിയായിരുന്ന, എനിക്ക് അയാൾ നന്നായിട്ട് അറിയാം. കാരണം ഞാനിവിടെ ഒരു യുവജന സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹവും CPI-ന്റെ യുവജന സംഘടനയുടെ നേതാവാണ്. പലപ്പോഴും പല ഡിബേറ്റുകളിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടാൻ സ്വാഭാവികതയിൽ തന്നെ എനിക്കറിയാം. അദ്ദേഹം നല്ലൊരു മന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി RSS-ന് ഒരു MPയെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൻ്റെ പോലീസ് പണിയെടുത്തപ്പോൾ അത് മുഖ്യനറിയാതെയല്ല, ഇതൊക്കെ ഡീലാണ്. ഒരു എംപിനെ തെരുക്കുറി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഞങ്ങൾ ഉയർത്തുന്നതിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ, സാംസ്കാരിക ഫാഷിസത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലും അവർ നാളിതുവരെ ആവിഷ്കരിച്ച മുസ്ലിം വിരുദ്ധതയുടെ അടിത്തറയിൽ വെറുപ്പിൻ്റെ സാമൂഹിക സംഘാടനവും വെറുപ്പിൻ്റെ പൊതുബോധവും നുണകൾ നിർമ്മിച്ചു പ്രചരിപ്പിച്ച് ആവർത്തനങ്ങളിലൂടെ മനുഷ്യരുടെ ഉപബോധ മനസ്സുകളിൽ നുണകൾ സത്യമായി ബോധ്യപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കുന്ന സത്യാനന്തര കാലത്തെ അതിനനുസൃതമായ സമൂഹത്തെ വരെ രൂപപ്പെടുത്തി അവർ ഉണ്ടാക്കിയെടുക്കുന്ന വംശീയതയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി ഞങ്ങൾ RSS-ന്റെ ഓരോ പരിശ്രമങ്ങളെയും നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ഇടപെടുകയും വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വർഗ രാഷ്ട്രീയത്തിനകത്ത് ഈ ഫാഷിസം നിലകൊള്ളുന്ന സവർണ മേധാവിത്വത്തെക്കുറിച്ചോ ജാതി വ്യവസ്ഥയെക്കുറിച്ചോ പഠിക്കാനുള്ള ടൂളുകളില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ ദേശീയ നേതാക്കന്മാര് ഇത് ഫാഷിസമാണോ ഇത് വർഗീയതയാണോ എന്ന് തിട്ടപ്പെടുത്താനായിട്ടില്ല എന്ന് പറയുന്നിടത്തോളം നിങ്ങൾ എത്തിച്ചേരുമ്പോൾ കൃത്യമായ ഫാഷിസ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അകത്ത് നിന്നിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഉറച്ച ബോധ്യത്തോടു കൂടിയാൽ ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് പറയുന്നു, മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. ആഭ്യന്തര വകുപ്പിൽ ഇനിയും തുടരുന്നതിന് അർത്ഥമില്ല. ADGP-യെ മാറ്റി നിർത്തണം. ഈ RSS-ന് വേണ്ടി പണിയെടുത്ത കേരളത്തിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർ അന്വേഷിച്ച മുഴുവൻ കേസുകളും, അവർ UAPയെ ചാർത്തിയത്, നിരപരാധികളെ കൊണ്ടുപോയി ജയിലിലിട്ടത് എല്ലാം റദ്ദ് ചെയ്യണം. എല്ലാം പുനരന്വേഷണം നടത്തണം. RSS അതിന്റെ തത്വമസി ഈ പോലീസിന്റെ അകത്ത് ആഭ്യന്തര വകുപ്പിൽ എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഒരു ധവളപത്രം ഇറക്കാൻ മുഖ്യമന്ത്രി, ഈ ഗവൺമെന്റ് തയ്യാറാവണം. അതേപോലെ തന്നെ ഘടകകക്ഷി അതിന്റെ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനൊക്കെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഇല്ലെങ്കിൽ കേരളത്തിലുടനീളം ഈ CPM ഒരു വർഗീയ പാർട്ടിയായി, വർഗ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഒരു വർഗീയ പാർട്ടിയായി RSS-ന് വേണ്ടി വംശീയതയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന CPM-നെ കൃത്യമായി കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തുറന്നു വെക്കും. നിങ്ങൾക്ക്
നിങ്ങളുടെ പാർട്ടിയെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങൾക്ക് പണയം വെക്കാം. പക്ഷേ മതനിരപേക്ഷ കേരളത്തെ, സൗഹൃദ കേരളത്തെ, മനുഷ്യരെ ജാതിയും മതവും നോക്കാതെ സഹകരിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കുന്ന കേരളത്തെ ഒരിക്കലും തന്നെ RSSന്റെ മുമ്പിൽ പണയം വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ കേരളത്തെ ഫാഷിസത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ.